നമസ്കാരം, പോഡ് വിത്ത് സ്റ്റാജനിലേക്ക് സ്വാഗതം. ഞാൻ VJ സ്റ്റാജൻ, ആഡ് ഫിലിം മേക്കർ, ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ്. എൻ്റെ കൂടെ ഇരിക്കുന്നത് ഫൈസൽ ചീരാൻ. ഫൈസൽ ചീരാന് സോഷ്യൽ മീഡിയയിലൂടെ വളരെ പരിചിതനായിട്ടൊരു വ്യക്തിയായിരിക്കും ഇദ്ദേഹം. കാരണം ഒരുവിധം ഇൻസ്റ്റയിലേക്കും വന്നിട്ട് ഒരുപാട് ആക്ടിവിറ്റി ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരെ ഫോളോവേഴ്സിന് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ കൂടുതൽ മറ്റൊരു സംഭവം കൂടി ഉണ്ട്. IFA എന്ന് പറഞ്ഞ ഒരു ഫർണിച്ചർ ബ്രാൻഡ്, 46-ലധികം ബ്രാഞ്ചസ് ഉള്ളൊരു ഫർണിച്ചർ ബ്രാൻഡിന്റെ ഫേസും ഇദ്ദേഹമാണ്. അപ്പൊ നമ്മളിപ്പോ ആപ്പിളില് സ്റ്റീവ് ജോബ്സ് എന്നൊക്കെ പറയുന്ന പോലെ IFAയുടെ ഒരു മുഖമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഫൈസൽ ചീരാൻ എൻ്റെ സുഹൃത്താണ്. പക്ഷെ അദ്ദേഹം കടന്നു വന്നിട്ടുള്ള വഴികളൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സംരംഭകർക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഫൈസലിൽ നിന്നുണ്ട്. ഫൈസലിനെ കുറിച്ച് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ വെച്ചാല്, 7ാം ക്ലാസ്സിൽ പഠനം നിർത്തി 12 വയസ്സിൽ ഒരു തൊഴിലിന് പോണ്ടി വന്നിരുന്നു. ഓക്കെ ഫൈസൽ, ആ സാഹചര്യം എന്തായിരുന്നു? അല്ല, അതെന്താ വെച്ചാൽ ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന് മുന്നുള്ള നമുക്കറിയാലോ, ആളുകൾ നാട് വിട്ടു പോകുന്ന ഒരു കാലഘട്ടം. വീട്ടിൽ ഗൾഫ് സിനിമയ്ക്ക് ടിക്കറ്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ സിനിമയ്ക്ക് പൈസ കൊടുത്തില്ല, കൊണ്ട് നാട് വിട്ടു പോകുന്ന നാട് വിട്ടു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. നാട് വിട്ടു പോയാലും നമ്മൾ ഒരിക്കലും കണ്ടെത്താത്തൊരു, എന്റെ സ്ഥിതി അതായിരുന്നില്ല. ഞാൻ വീട്ടിൽ കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഒരു ജോലി എടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു ജോലി എടുത്ത് ഉപജീവനം നടത്തുന്ന വെച്ചിട്ട് പോയത് തന്നെയാണ്. സത്യത്തിലെ ബാലൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ പറയുമ്പോൾ എന്റെ ജീവിതമായിട്ട് ഭയങ്കര നരേഷൻ അതിനകത്തുണ്ട്. നമ്മുടെ കഥ അതിൽ പറഞ്ഞു പോകുന്ന കുറെ ദൃശ്യങ്ങളുണ്ട്. ഞാനൊരു 6-7 വയസ്സ് 8 വയസ്സൊക്കെ ആകുമ്പോഴും വീട്ടിലേക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് കസേര മുടയുന്ന ഒരു പണിയുണ്ടായിരുന്നു പണ്ട്. ഇതുപോലെ നമ്മൾ ഇരിക്കുന്ന പോലത്തെ കസേരയുടെ ആ പ്ലാസ്റ്റിക് നൂല് കൊണ്ട്, എനിക്കറിയാം പണ്ട് അത് ഈ കസേര നെയ്തിട്ടാണ്. 2 കൊല്ലം കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും. അതെ, വീണ്ടും നെയ്യും. അതെ, ഇരുമ്പിന്റെ ഒരു ഇതിനുള്ള. അപ്പൊ അത് റിപ്പയർ ചെയ്യുന്ന ഒരു വർക്ക് ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ എന്റെ അമ്മ അത് ചെയ്യും. അമ്മയ്ക്ക് TB ആയിരുന്നു. അപ്പൊ അത് വലിക്കാനൊന്നും ബുദ്ധിമില്ല. അപ്പൊ ഞങ്ങൾ കുട്ടികളും ഒക്കെ കൂടിയിട്ടാണ് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇത് വലിച്ച് റെഡിയാക്കിയിരുന്നത്. അപ്പൊ ഞാനൊരു 7, 8, 9 വയസ്സിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തും, അല്ലെങ്കിൽ ആ പഴയ കസേര എടുത്തിട്ട് വെൽഡ് ചെയ്യാൻ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്തിരുന്നു. അന്നൊന്നും ആ പ്രായം അതാണെന്നുള്ളതും, അല്ലെങ്കിൽ എങ്ങനെ ആ പ്രായത്തിൽ ഇത് ഈ ജോലി ചെയ്യുന്നത് ഭയങ്കര ബാലവേലയായിട്ടൊന്നും അന്ന് പരിഗണിച്ചിരുന്നില്ല. സത്യത്തിൽ 12 വയസ്സാകുമ്പോഴേക്കും ഒരു 7ലെ പഠിപ്പ് നിർത്തിയിട്ടാണ് ജോലിക്ക് പോയത്. ഒരു ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു ജോലിക്ക് പോയതല്ല. ഞാൻ പോയിട്ട് ഒരു 3-4 മാസം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യായിരുന്നു. അവിടെ വേറെ കുറെ കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ഒരു അതിജീവന പോരാട്ടം ഉണ്ടായിരുന്നു. 12 വയസ്സുള്ള കുട്ടി ഒറ്റയ്ക്കും ഒരു നാട് മുഴുവൻ നമുക്ക് എന്താ പറയാ, അങ്ങനത്തെ ചില എതിർപ്പുകള്, പ്രശ്നങ്ങള്, റാഗിങ്ങുകള്. അകലെയായിരുന്നു വീട്ടിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പോകണം, നമ്മള് ഒറ്റയ്ക്ക് വരണം. അപ്പൊ ഈ പ്രായം ഈ വരുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടഫായിരുന്നു സിറ്റുവേഷൻ. അവിടെയാണെങ്കിൽ പണ്ട് ഈ 92-ലാണ് അത്, കുവൈറ്റ് ഇറാഖ് യുദ്ധം നടക്കുന്ന കാലത്താണെന്ന് എനിക്ക് സംശയം. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് സാലറി ഇല്ല. വലിയ ഒരു 50 രൂപയോ ഒരു 100 രൂപയായിട്ട് സാലറി മാസം കിട്ടുള്ളൂ. നമുക്ക് ഭക്ഷണം കിട്ടും. അത് നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടിയ പോലെ അല്ല, നല്ല ഭക്ഷണങ്ങൾ അവിടെ നിന്ന് കിട്ടും. നല്ല സ്നേഹമുള്ള മുതലാളിയൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് പോരാൻ പറ്റില്ല. 2 കൊല്ലമായിട്ട് സാലറി കുറവാണെന്ന് അറിഞ്ഞിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോരുമ്പോ ഒരു മാനസികമായിട്ടൊരു ഭയം, ഞാൻ പോവാന്ന് പറയാനുള്ള ഒരു ഭയം. അതാ കുട്ടിത്വത്തിന്റെ ഏജന്റാണ് കുറെയൊക്കെ കാര്യങ്ങള്. അപ്പൊ അവിടെ ഭക്ഷണം കഴിക്കലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മള് ഈ എറണാകുളം വിട്ട് കഴിഞ്ഞാല് ഈ ഉള്ളിത്തീയിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതുപോലത്തെ കുറെ ഭക്ഷണ പദാർത്ഥം നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ആദ്യം പോകുന്ന ആളുകള് അവിടെ കേളാമ്പറ്റിനെ പിടിച്ചിട്ട് ആ പാത്രത്തിൽ കൊണ്ടിട്ടിടും. അതൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗ്ലിങ്. പിന്നെ ഞാൻ ഭയങ്കര ഹൈറ്റ് കുറഞ്ഞായിരുന്നു. ഇപ്പൊ ഞാൻ 6 ഫീറ്റ് ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ വളരെ ഉയരം കുറഞ്ഞതായതുകൊണ്ട് എനിക്ക് ആകെ കൂടിയിട്ട് ഒരു മുണ്ടേ ഉള്ളൂ, ഒരു കുഞ്ഞു പാൻറ്റും. അതായത് ഫാദർ പോലീസിലായിരുന്നുകൊണ്ട് ഫാദറിന്റെ ഒരു പാന്റ്, പഴയ പാന്റ് വെട്ടി എന്ന് വെച്ചാല് പഴയ തുണി കൊണ്ട് അടിച്ച ഒരു പാന്റ്, കാക്കി പാന്റും ആയിരുന്നു. അപ്പൊ ഈ ഡബിൾ മുണ്ട് മടക്കി കൊടുക്കലായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അവിടെ രാത്രി കഴുകിയിടണം, രാവിലെ ഡബിൾ മുണ്ട് കൊടുക്കണം. എന്നിട്ട് ആ കുഞ്ഞ്, വളരെ കുഞ്ഞ്, എന്റെ മക്കളെക്കാളും ചെറിയൊരു മോനായിരുന്നു. അപ്പൊ ഞാനവിടെ സ്ട്രഗ്ലിംഗ് ഫേസ്. രാവിലെ എഴുന്നേക്കണം, രാത്രി ലേറ്റ് ആയിട്ടേ വരുള്ളൂ. 7 മണിക്ക് എണീക്കാൻ പറ്റൂല. 12 വയസ്സുള്ള കുട്ടി ജോലിക്കായി പോണത്. രാവിലെ 7 മണിക്ക് പോയാൽ രാത്രി 12 മണി 1 മണി വരെ ജോലി എടുക്കണം. അപ്പോൾ ഫുഡ് ശരിയാവുന്നില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആ പ്രായത്തിൽ തന്നെ ഒരു കളവ് ചെയ്തത് എന്താന്ന് വെച്ചാല്, വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പൈസ തരും നമുക്ക്. അപ്പൊ ആ ഭക്ഷണം കഴിക്കാൻ 10 രൂപ തന്നു കഴിഞ്ഞാല്, അന്ന് 10 രൂപ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഒരു 4 രൂപക്ക് ബാക്കി കൊടുക്കണം. 6 രൂപയ്ക്കൊക്കെ കഴിക്കാം.
അപ്പൊ ഞാൻ ആ 1 രൂപയോ 2 രൂപയോ എടുത്തു വെക്കും പോക്കറ്റിൽ, ആരും അറിയാതെ. പൈസ ഈ സ്റ്റേഷനറി കടയിലത്തെ ഒരു സിറ്റുവേഷൻ അറിയാലോ, അകലുന്ന ജോലി ചെയ്യുന്ന ആളുകള് പൈസ കയ്യിൽ വെക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ആ പൈസ കയ്യില് കളവ് പോലെ വെച്ചിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വിശക്കുമ്പോ ഒരു നമ്മുടെ എന്താ പറയാ നെയ്യപ്പം എന്ന് പറഞ്ഞ അതൊരെണ്ണം വാങ്ങിച്ചില്ല, ശർക്കരയപ്പം എന്ന് പറഞ്ഞ ഒരു സാധനം, എലൈറ്റ് ഹോട്ടൽ ചെങ്ങന്നൂർ. ആ ഹോട്ടൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ ചെങ്ങന്നൂരുള്ള ആളുകൾ കാണുമ്പോൾ എനിക്ക് ആ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അവിടെ അതിന്റെ മുമ്പിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനം. 2880 ആയിരുന്നു അവിടുത്തെ ഫോൺ നമ്പറൊക്കെ. എനിക്ക് വീട്ടിലേക്ക് എഴുതാൻ അറിയില്ലായിരുന്നു മര്യാദയ്ക്ക്. ഈ ചെറിയ കുട്ടിയല്ലേ. അപ്പൊ എന്റെ മുതലാളിയുടെ മകൻ ബോബി ചേട്ടനാണ് വൃത്തിയായിട്ട് ഉരുട്ടി 045 അത് നമ്മുടെ റൈനോൾഡിന്റെ ഒരു പെന്നുകൊണ്ട് എഴുതി തരും. അപ്പൊ ആ പെന്നുകൊണ്ട് ഉരുട്ടി എഴുതിയിട്ട് വീട്ടിലേക്ക് എഴുതുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വല്ലപ്പോഴും ബോറുമായിട്ട് വീട്ടിൽ നിന്നൊരു ഫോൺ വരും, എനിക്ക് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റൂല, ആ നാട്ടിലടുത്തൊന്നും ഫോൺ നമ്പർ ഇല്ല. അപ്പൊ ആ നമ്പർ ഇടയ്ക്ക് അടിക്കുമ്പോൾ ആ പഴയ നമ്പർ വിളിച്ചിട്ട് നമ്മൾ എടുക്കണം. റിങ് ചെയ്യുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഓരോ റിങ് ഇങ്ങനെ റിങ് ചെയ്തിട്ട് ഒരിക്കൽ തെറ്റി കഴിഞ്ഞാൽ വീണ്ടും റിങ് ചെയ്യണം. അങ്ങനെ കുറച്ച് ഓർമ്മകൾ. പിന്നെ ജോലി എന്ന് വെച്ചാൽ ഇങ്ങനെ അടിച്ചു വരിക, ക്ലീൻ ചെയ്യാൻ, മുതലാളിക്ക് എന്തെങ്കിലും മൂക്കിപ്പിടിയോ മുറുക്കോ അല്ലെങ്കിൽ ചായയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ മുതലാളിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ആ കുട്ടിക്ക് ചെയ്യാവുന്ന ഒരു ജോലിനെ അവിടെ ഉള്ളൂ. പക്ഷെ ഞാൻ ഓർക്കുന്നത് ഫൈസൽ ഇത് പറയുമ്പോ ഞാനൊന്ന് ബ്രേക്ക് ചെയ്യാണ്. ഒരു ഇടക്കാലത്ത് സത്യം പറഞ്ഞ പല സ്ഥലങ്ങളിൽ നിന്നും തൃശ്ശൂർക്കും പലയിടത്തേക്ക് കുട്ടികളെ ജോലിക്കായിട്ട് വിടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നമ്മൾ നെന്മാറ ഭാഗം, വടക്കഞ്ചേരി ഭാഗം, ഇവിടേക്ക് വീട്ടു ജോലിക്കും വീട്ടിലെ മറ്റു കുട്ടികളെ നോക്കാൻ നമ്മളവിടെ പാർക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ചൈൽഡ് സ്ലേവറി ആയിരുന്നു. നമ്മളത് ഐഡന്റിഫൈ ചെയ്യാൻ വൈകിപ്പോയി. അപ്പൊ ഞങ്ങൾക്ക് വളരെ പ്രയാസമുള്ള കാലഘട്ടത്തില് ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന, വീട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടില്ലാതെ നിൽക്കുന്ന സമയങ്ങളിൽ പല ആളുകളും ഇതുപോലെ സമീപിച്ചിട്ട് ഇന്ന വീട്ടിൽ പാർക്കാൻ നിൽക്കാൻ ആളെ ആവശ്യപ്പെടും. ഞങ്ങൾ 2 ആൺകുട്ടികളെ മൂത്തത്. അപ്പൊ 10 വയസ്സും 12 വയസ്സിലൊക്കെ ഞങ്ങളെ ഇത്തരത്തിൽ ചോദിക്കുമായിരുന്നു ഓരോ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ആഗ്രഹം ആ വീട്ടിൽ പോയി നിൽക്കണം എന്നാ. വീട്ടിലെ ബുദ്ധിമുട്ടും ഒന്നും പൈസ ഇല്ല, പിന്നെ ഏതെങ്കിലും വീട്ടിൽ പാർക്കാൻ നിന്നാൽ തന്നെ എന്തെങ്കിലും അവിടെ ജോലി എടുത്തിട്ട് അവിടെ വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലത്ത് കിടക്കാലോ എന്നൊക്കെ മനസ്സിൽ കൊതിയൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടൊന്നും അങ്ങനെ പ്രയാസമാണെങ്കിലും പിന്നെ അങ്ങനെ അത് ഡെവലപ്പ് ആയില്ല. അങ്ങനെ ആഗ്രഹം തോന്നി തുടങ്ങിയിരുന്നു മടുത്തിട്ട്. അപ്പോ 7ാം ക്ലാസ്സിൽ പഠനം നിർത്തി 12 വയസ്സിൽ ജോലിക്ക് പോയ ഒരാള് എപ്പോഴെങ്കിലും ഒരു സ്വപ്നത്തിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലെ 46ഓളം ബ്രാഞ്ചുകളുള്ള ഒരു വ്യവസായ സംരംഭത്തിന്റെ തലപ്പത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടുണ്ടോ? അത് 46 പോയിട്ട് ഒരു മാന്യതയുള്ള ഒരു ജോലി ഏതെങ്കിലും കാലത്ത് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എൻ്റെ 28ാമത്തെ വയസ്സിലാണ് ഞാനൊരു സംരംഭം തുടങ്ങണമെന്നെ കുറിച്ച് ആലോചിക്കുന്നത്. വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ വീടൊക്കെ പണയം വെച്ചിട്ട് 2 ലക്ഷം രൂപ കൊണ്ടാണ് തുടങ്ങുന്നത്. എന്നാലും നമുക്കൊരു സർവൈവൽ ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പൈസ ഇല്ല കയ്യിൽ. എനിക്ക് പറയത്തക്ക വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ആളുകളോട് ഇങ്ങനെ ഹെവി ഇൻട്രോവേർട്ടായിരുന്നു. സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ഈ സംസാരിക്കുന്ന പോലെ ഒന്നും എനിക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. സെയിൽസിന് മാർക്കറ്റിലേക്ക് പോയി തുടങ്ങിയ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാനൊരു സ്ഥാപനം തുടങ്ങുന്നത്. എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് എനിക്ക് കുഞ്ഞുണ്ടായതിനു ശേഷമാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഒരിക്കലും ഒരു കാരണവശാലും നമുക്കൊരു സംരംഭം തുടങ്ങാൻ പറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. എനിക്കൊരു ബൈക്ക് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഒരു കാറ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. എൻ്റെ 32ാമത്തെ വയസ്സിലാണ് ഞാനൊരു ജീൻസ് പാൻറ് വാങ്ങിയിടുന്നത്. അതുവരെ കൊതി മാത്രമേ ഉള്ളൂ ജീൻസ് പാൻറിനോട്. അപ്പൊ 32 വയസ്സിൽ ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ അന്ന് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ കൂടെ നടക്കുന്ന ഒരാൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ജീൻസ് പാൻറ് വാങ്ങിച്ചൂടെ, കാശുണ്ടല്ലോ ജീൻസ് പാൻറ് വാങ്ങാം എന്നാലോചിച്ചിട്ട്. ഇന്ന് എനിക്ക് 10 ജീൻസ് പാൻറിലധികം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ജീൻസ് പാൻറ് വാങ്ങിയിടാത്ത ഒരു ബാല്യം, കൗമാരം, യൗവനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു ജീൻസ് പാൻറ് വാങ്ങിക്കുന്നത്. അപ്പൊ എന്തോരായിരിക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ. ഞാൻ ഇടയ്ക്ക് ഇടപെട്ട് ചോദിക്കുന്നു. കാരണം വെച്ചാൽ നിങ്ങളെ ഒഴുകാൻ വിടുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ ഇന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. സത്യത്തില് ഞാൻ ഒഴുകാൻ വിടുക, ഞാൻ പറയുന്നതൊക്കെ എൻ്റെ ഓർമ്മകളല്ല, എൻ്റെ അനുഭവങ്ങളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇതിന് ഫ്ലോ കിട്ടുന്നുണ്ട്. ആവശ്യമുണ്ടോ ഇല്ലെങ്കിലും പറയുന്നത്. ഫൈസലിന്റെ ജീവിതത്തിന്റെ ഈ സംരംഭകനാവുന്നതിന്റെ പാസ്റ്റ് എന്ന് പറഞ്ഞ സ്ട്രഗിള്, പിന്നെ ഫൈറ്റ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫോട്ട് അഗെയിൻസ്റ്റ് ഫൈറ്റ്, അതായത് വിധിക്കെതിരെ മല്ലടിച്ച് വിധിക്കെതിരെ പടപൊരുതിയിട്ടാണ് ഫൈസൽ ചീരാൻ IFA ബ്രാൻഡ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഈ കഥകൾ പറയുമ്പോൾ നിങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ടാണല്ലോ ഈ കഥകൾ നമ്മളൊരു രോമാഞ്ചത്തോടു കൂടി കേട്ടിരിക്കുന്നത്. കഥകൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവുന്നത് ഇതിലും യാതനകൾ അനുഭവിച്ച ആളുകൾ ഉണ്ടാവും. എത്ര പേര് ഒന്നും ആവാതെ പോയിട്ടുണ്ടാവും. അവരുടെ ഒക്കെ കഥകളുണ്ട്. ഞാന് കുഞ്ഞു രീതിയിൽ ചെറിയൊരു കൊച്ചു സ്ഥാപനങ്ങൾ നടത്തുന്നതുകൊണ്ടായിരിക്കാം ഈ കഥകൾ ചോദിക്കുന്നത് എനിക്ക് പറയാനും കൂടി പറ്റുന്നത്. സത്യത്തിൽ എല്ലാവരും, ഇപ്പൊ ഞാൻ ഈ കേൾക്കുന്ന എല്ലാവരും വിധിക്കെതിരെ പടപൊരു തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡിഫോൾട്ട് മോഡ് മടി പിടിച്ചിരിക്കാനും
അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാതിരിക്കാനാണ്, നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പണിയെടുക്കാതിരിക്കാൻ? എനിക്ക് തിരിച്ചാണ് ചില കാര്യങ്ങൾ തോന്നുന്നത്. എന്താണെന്ന് വെച്ചാല് നമ്മൾ ഒരു സമയം പട പൊരുതുമ്പോഴാണ് ആ എനർജി നമ്മളിൽ വരികയും നമുക്ക് അച്ചീവ് ചെയ്യണം, ഒരു ഗോൾ അച്ചീവ് ചെയ്യണം എന്ന് തോന്നുന്നതും പലപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഈ പലപ്പോഴും ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ആരെ നമ്മൾ സംസാരിക്കുമ്പോഴും അവരുടെ ഒരു പൂർവ്വകഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അടിച്ചമർത്തപ്പെട്ടതും അവർ സഹിച്ചതും വേദനിച്ചതും ആയിട്ടുള്ള ഒരു വലിയ ഒരു സീൻ, ഒരു എന്താ പറയുക, സിനിമയാക്കുകയാണെങ്കിൽ 80% സീനും അതാണ്. അവസാനം അങ്ങനെ ഞാൻ അവസാനം രക്ഷപ്പെട്ടു, ക്ലൈമാക്സ് പറയുന്ന പോലെ രക്ഷപ്പെട്ടു എന്ന്. അല്ലെങ്കിൽ നമ്മളിപ്പോ സക്സസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മരിക്കണം. സക്സസ് എന്ന് പറയാനൊന്നും പറ്റില്ല, നമ്മളിപ്പോഴും പടപരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഈ സംരംഭം നടത്തണമെങ്കിൽ നമ്മൾ ആളുകൾ കാണുന്ന പോലെ ഒരു കാറിൽ പോകുന്നതോ അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുന്നതോ നമ്മൾ ഫേസ്ബുക്കിൽ കാണിക്കുന്ന ഫേസ് ഒന്നല്ല. ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. സാമ്പത്തികമായിട്ടില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറൊരു തരത്തില് ഈ സ്ട്രഗിളിങ് എല്ലാ സംരംഭകരും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ ഓരോ രാത്രികളും നേരം വെളുക്കുന്നതിന് മുന്നേ അവർ ആലോചിച്ച് കൂട്ടുന്ന കാര്യങ്ങൾ, പ്രയാസങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഈ ഫൈസലിന്റെ ഒരു വീഡിയോ, വളരെ പ്രസിദ്ധമായ വീഡിയോ ഓൾറെഡി യൂട്യൂബിലുണ്ട്. നമ്മുടെ തന്നെ ഷമീർ റഫീഖ് ചെയ്ത സ്പാർക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ ഇതിന്റെ കമന്റിലിടാം. അത് നമ്മൾ അതിനി കൂടുതൽ പറയാതെ അതൊരു ഫസ്റ്റ് പാർട്ട് നമ്മൾ അത് കഴിഞ്ഞു. സത്യത്തിൽ ആ വീഡിയോ എടുക്കുന്ന കാലത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല. രണ്ടാമത് ആ വീഡിയോ എടുക്കുന്ന കാലത്ത് എനിക്ക് എങ്ങനെ, ഞാൻ ഇതുവരെ വീഡിയോ കണ്ടിട്ടുമില്ല. അപ്പൊ ആളുകൾ കണ്ടിട്ട് ഞങ്ങളുടെ റോട്ടറി ഗ്രൂപ്പിലൊക്കെ കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ പ്രസന്റേഷനോ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എല്ലാത്തിനോടും എനിക്ക് ഭയങ്കര ഒരു മടിയാണ്. ഈ വീഡിയോ കണ്ടാലും എനിക്ക് കാണാൻ എത്രത്തോളം പറ്റുന്ന എനിക്കറിയില്ല. പക്ഷെ ആർക്കെങ്കിലും കാണണമെങ്കിൽ തകർന്ന് അടിഞ്ഞ് കിടക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ അതിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് ആളുകളിലേക്ക് എത്തി കൺവേ ചെയ്യാൻ കഴിഞ്ഞെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ എൻ്റെ യാതനകളുടെ കാലഘട്ടമൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സന്തോഷങ്ങളും എൻ്റെ അച്ചീവ്മെന്റ്സും എനിക്ക് ആവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ 3 വർഷത്തിന് ശേഷമുള്ള ഒരു ഫൈസലിനെയാണ് ഇപ്പൊ ഞാൻ കാണുന്നത് എന്റെ മുന്നിൽ. എനിക്ക് തോന്നുന്നത് 4 വർഷം കഴിഞ്ഞു. 4 വർഷം കൊണ്ട് ഫൈസലിന് വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഫൈസൽ ഇൻട്രോവർട്ട് അല്ല ഇപ്പൊ. ഫൈസൽ പണ്ട് ഇൻട്രോവർട്ട് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ മടിയുണ്ട്. ഞാനേ ഈ ജീവിതത്തിൽ ഭയങ്കര പ്രതിസന്ധികളും നമ്മളെ ആളുകള്, അതായത് നമ്മള് ഒരു ഫസ്റ്റ് ജനറേഷൻ ബിസിനസ്സുകാരനാണ്. അതിനു മുന്നേ സാധാരണക്കാരനേക്കാളും ഞങ്ങളുടെ നാട്ടിൽ ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു ഓല വീട് ഞങ്ങളുടെ ആയിരുന്നു. ചാണം വെച്ച വീട് ഞങ്ങളുടെ ആയിരുന്നു. കരണ്ടില്ലാത്ത വീടും കക്കൂസ് കുളിമുറികൾ ഇല്ലാത്ത ഒരു വീട് എൻ്റെ വീടായിരുന്നു. അപ്പൊ ഞങ്ങള് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുമ്പോൾ നാട്ടിലുണ്ടാവുന്ന അപ്പോൾ നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. ആളുകളുടെ ഫേസ് ചെയ്യാൻ മടി ഉണ്ടാവും. മറ്റാളുകള് കുറച്ച് സാധനങ്ങൾ തന്നിട്ടായിരിക്കും ഞങ്ങൾ ജീവിക്കുന്നുണ്ടാവുക. അരിയോ പലചരക്കോ തന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പൈസ തന്നിട്ടായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ ആളുകളുടെ ഹെൽപ്പ് മേടിച്ച് ജീവിക്കുന്ന ആളുകൾക്കൊന്ന് മുഖത്ത് നോക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതായത് കുറച്ച് താഴ്ത്തി നമ്മളെപ്പോഴും താഴ്ന്ന, ഇനിയിപ്പോ എന്തെങ്കിലും ഞാൻ എപ്പോഴോ ചെറിയ കുട്ടി പ്രായത്തിൽ എപ്പോഴോ കരാട്ട ക്ലാസ്സിന് പോകുന്ന സമയങ്ങളിൽ നിന്നെ പോലുള്ള ആളുകൾക്ക് കരാട്ട ക്ലാസ്സിന് പോകാൻ ഉള്ള പൈസ ഇങ്ങനെ കളയാണോ, ഫ്രീ ആയിട്ട് ഒരാൾ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ അതുവരെ നമുക്ക് സമൂഹത്തിൽ നിന്ന് നമ്മളത് ഒളിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു മാർഷൽ ആർട്സ് പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയങ്ങളിൽ എൻ്റെ മുതലാളിയുടെ ഭാര്യയും മുതലാളിയും കൂടിയിട്ട് പറഞ്ഞു, അന്ന് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ പറഞ്ഞു, നീ എന്തിനാ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്, കിട്ടുന്ന പൈസക്ക് ഡ്രൈവിംഗ് പഠിച്ചിട്ടാണോ? അപ്പോ ഒരു തരത്തിൽ നമ്മളതിനെ ഉയരാൻ ആളുകള് വിട്ടിരുന്നില്ല. അപ്പോ അല്ല, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഇത് മതി, നീ അത് മതി. പക്ഷെ ഞാൻ കേൾക്കുന്ന പൂപ്പേനെ പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ പറയുന്ന, നിങ്ങള് ആരെങ്കിലും അത്തരത്തിൽ നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടെങ്കിൽ, കളിയാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതൊന്നും കേൾക്കണ്ട. അതൊക്കെ അവരങ്ങനെ പറഞ്ഞോളും. അവരുടെ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു കൺജസ്റ്റഡ് മൈൻഡ് സെറ്റ് ആണത്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി എന്താണോ ഓപ്പർച്യൂണിറ്റി അതിലങ്ങ് പിടിച്ച് കയറിക്കണം. ഒരു ദിവസം സക്സസ് ഉണ്ടാവും, 1-2 അടിയൊക്കെ കിട്ടി വീണേക്കാം. പക്ഷെ ഒരു ദിവസം നമ്മൾ കയറും, അതിന് ഒരു ഡൗട്ടും ഇല്ല. ഫൈസലിന്റെ ഒരു ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഓൾട്ടോ കാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അലഞ്ഞിരിഞ്ഞ് നടന്നതിനെ കുറിച്ചിട്ട് ഞാൻ എപ്പോഴോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ഫൈസലിന്റെ ഗാരേജിൽ വണ്ടി നിറഞ്ഞിട്ട് ഇപ്പൊ റോട്ടിലിടേണ്ടി വരും. വെൽഫെയർ, പിന്നെ ബെൻസ് തുടങ്ങി ഇങ്ങോട്ട്. ഞാൻ വിചാരിച്ചത് എന്തോ ഒരു തിയേറ്ററിന്റെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്താണോ. വണ്ടി അതൊരു ഭ്രാന്താ തോന്നുന്നു. വണ്ടി എടുത്തതാണ്, നമ്മളൊരു ഇഷ്ടം കൊണ്ട് വണ്ടി എടുത്താണ്. നമ്മൾ റിവഞ്ച് ആണ്. ആ സിറ്റുവേഷൻ ഒന്നുമില്ല, യാത്ര ചെയ്യാൻ കുറെ യാത്രകളുണ്ട്, അപ്പൊ അതുകൊണ്ട് ഒരു വണ്ടി എടുത്തെന്നുള്ളൂ. അതൊരു റിവഞ്ച് ആയിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ അമ്മയും എൻ്റെ ഫാദറും ഒക്കെ ജീവിച്ചിരിക്കുന്ന ഒരു സമയമാണ്. എൻ്റെ അമ്മ ഞങ്ങളെ കൊണ്ട്
ഒരുപാട് ദൂരം നടത്തിച്ചിരുന്നു. അപ്പൊ എനിക്ക് അമ്മയോട് ദേഷ്യം വരും. ഈ ഓട്ടോറിക്ഷ വിളിക്കാതെ ബസ് കയറാതെ ഞങ്ങൾ നടന്നു പോയിരുന്ന വഴികളിലൊക്കെ ഞങ്ങളുടെ ലിമിറ്റഡ് ഫണ്ട് ഉപയോഗിച്ചിട്ട് നടന്നിരുന്നു. അപ്പോൾ എൻ്റെ അമ്മേനെ എനിക്ക് കയറ്റാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല വണ്ടിയിൽ കയറ്റണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ എൻ്റെ അമ്മയുടെ റിലേഷനിൽപ്പെട്ട ആളുകളിനെ അത്തരം വണ്ടികളിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കയറ്റിയിരുന്നു. എൻ്റെ അമ്മ അച്ചീവ് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങളിലൂടെ അമ്മ അച്ചീവ് ചെയ്തതൊക്കെ ആളുകളെ കാണിക്കണം എന്നൊക്കെ, അതൊക്കെ ഒരു വാശിയായിട്ട് മനസ്സിൽ, അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടായിരുന്നു, ആ ഒരു വാശി ഒരു വാശി ഉണ്ടായിരുന്നു. നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ഏതെങ്കിലും സമയത്ത് നമുക്ക് ഇതിലും വലിയ വണ്ടികളൊക്കെ മേടിക്കാൻ പറ്റിയിരിക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ മേടിക്കണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ സമയത്ത് അത് നല്ല നമുക്കിപ്പോ യാത്ര ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഏതൊരു ജീവിതത്തില് ഒരു അധമത്തിൽ കിടന്നിരുന്ന അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് വന്ന ആൾക്ക് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും ലൈഫിൽ. അവിടെ നമ്മളെ തിരിച്ചറിയും, അല്ലെങ്കിൽ എന്ത് എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം. ഫൈസലിന്റെ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ഞാൻ ഔപചാരിക വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോയി പഠിച്ച കുറേ ട്രെയിനിങ്ങുകളുണ്ട്. അപ്പോൾ അതിൽ ഈ കേരളത്തിലെ ഏറ്റവും ആദ്യം ട്രെയിനിങ്ങുകൾ, ബിസിനസ് ട്രെയിനിങ്ങുകൾ വന്ന സമയങ്ങളിൽ ഞാൻ അവിടെ പോയിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് കുറേ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ഞാനത് ആളെ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ ഇംഗ്ലീഷിൽ കേൾക്കുന്നതാണ് മലയാളത്തിലേക്ക് ആക്കി എനിക്ക് ആവുന്ന രീതിയിൽ ഞാനത് പഠിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു ടേണിംഗ് പോയിന്റുകളായിരുന്നു. അവിടെ പറഞ്ഞ കാര്യങ്ങൾ 12 വർഷം 13 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതും ഇപ്പം ഞാനത് അങ്ങനെ തന്നെ റിയലൈസ് ചെയ്യുന്നതും ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരിക്കലും നമുക്കൊരു ബോധം വരിക എന്ന് പറയില്ല. ഇതാണ് കറക്റ്റ് എന്നുള്ളത്, ഇതാണ് എൻ്റെ വഴി, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു ദിവസം ലോക്കലി ഗ്ലോബലി ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അറിയാതെ അങ്ങനെ ആയി പോയതാണ്. ഐഫ തന്നെ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞത് നമ്മൾ അറിയാതെ വന്നതാണ്. നമുക്കൊരു പ്ലാൻഡുമായിട്ട് വന്നൊരു ബ്രാൻഡ്. നമുക്ക് വരാം. ഓക്കെ, ഇപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഈ ലേണിംഗ്, അതായത് ഒരു സമയത്ത് പഠിക്കാൻ പറ്റിയില്ല, പക്ഷെ പിന്നീട് ശരിക്കും പറഞ്ഞാൽ അതിനോടൊരു ആവേശമായി നമുക്ക് വേണ്ടത് പഠിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ആ സമയത്ത് പോയിട്ട് BScയോ അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു സംരംഭകനാവില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെ പഠിച്ചത് നമുക്ക് വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ജോലി കിട്ടുമായിരുന്നു. പക്ഷെ ജോലി കിട്ടും. ഫൈസൽ ഒരു ജോലിയിൽ സംതൃപ്തനാവുമായിരുന്നോ, അല്ല ഒരു സംരംഭകത്വത്തില് വരുമായിരുന്നു? അല്ല, ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് എൻ്റെ കാണാൻ ഇപ്പൊ ഈ രൂപമല്ല, കുറച്ചുകൂടി നല്ല രൂപമായിരുന്നെങ്കിൽ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പൊ എനിക്കത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടും എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടും എനിക്ക് ഒരു ചെറിയ സംരംഭം തുടങ്ങലായിരുന്നു എൻ്റെ വഴി. അപ്പൊ അതിനെ ഞാൻ കൂടുതൽ സ്നേഹിച്ചിട്ട് ചെയ്തുകൊണ്ട് അതിൽ ചെറിയൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മളൊരു സംരംഭം തുടങ്ങുക. നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആളുകളോ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച ആളുകളൊന്നും സംരംഭത്വത്തിലേക്ക് വരാതിരിക്കുന്നവർക്ക് വേറെ ഓപ്ഷനുകൾ ഉണ്ടാവും. നമുക്ക് ഓപ്ഷൻ അടയാണ്, നമുക്ക് ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന എല്ലാ സംരംഭകർക്കുള്ളിൽ ഇപ്പൊ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ ആളുകൾ പറയും പഠിച്ച ആളുകളെക്കാൾ പഠിക്കാത്ത ആളുകൾക്കാണ് റിസ്ക് എടുക്കാൻ താല്പര്യം എന്നൊക്കെ പറയണത്. കൂടുതൽ അവിടെ ഇരിക്കുന്ന വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളായിരിക്കാം. കറക്റ്റായിട്ട് മാർക്ക് മേടിച്ച ആളുകൾക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു അവർക്ക്. അവരെ നമ്മുടെ കേരളത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് ശരിക്കും പറഞ്ഞ എംപ്ലോയി മൈൻഡ് സെറ്റ് ആണെന്ന് പറയല്ലോ. ഇപ്പൊ നമ്മൾ ഗുജറാത്തി മലയാളിയായിട്ടുള്ള വ്യത്യാസത്തിന്റെ പ്രധാനമായിട്ട് ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് അതാണ്. കാരണം അവര് വ്യവസായി ആവാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്, ഇവിടെ നമ്മളെ എംപ്ലോയി ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസങ്ങളൊക്കെ പഠിച്ച് നല്ല ജോലി വാങ്ങിക്കണം, അങ്ങനെ പറഞ്ഞ നമ്മുടെ ബ്രെയിനില് നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മൾ ഇടപെടുന്ന സംഭവം പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണം എന്നല്ലാതെ പഠിച്ച് നല്ലൊരു സംരംഭകനാവണമെന്ന ഇതുവരെ ആരെങ്കിലും പറഞ്ഞു കേട്ടോ? ഷാൻചേട്ടൻ വല്ലാത്തൊരു ചോദ്യം അല്ലേ, കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ പഠിച്ച് നല്ലൊരു സംരംഭകനാവണം എന്ന് പറയാറേ ഇല്ല. നമ്മള് പഠിക്കുന്നത് മുഴുവൻ ജോലി നേടാനാണെന്നുള്ള ഒരു മിഥ്യാധാരണ ആളുകൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പേ ഉണ്ട് അത്. പിന്നെ പഠിപ്പിക്കുന്നതൊക്കെ ആളുകൾ പറഞ്ഞത് കേൾക്കാൻ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റാതെ ഒരാൾ പറഞ്ഞാൽ കേൾക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിപ്പിച്ചു വിടുന്നത്. അങ്ങനെയാണെന്നാണ് ഞാൻ പഠിക്കാത്തതുകൊണ്ട്. പൊതുവെ ഈ എംപ്ലോയി മൈൻഡ് സെറ്റ് ആണ് കേരളത്തിന്റെ പരാജയം പലപ്പോഴും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലയിടത്തും ജോലി തേടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും. കേരളത്തിൽ നിന്ന് പോയി എത്ര ആൾക്കാർ ജോലി തേടി അലഞ്ഞ ആൾക്കാർ. ഇതിന്റെ ഒരു ഡ്രോബാക്ക്, എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന്റെ ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ എംപ്ലോയി മൈൻഡ് സെറ്റ് ആയിട്ട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ പഠിച്ച ആളുകൾ എന്ന് പറയുന്നില്ല, സത്യത്തിൽ ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന വെച്ചാൽ ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് കടക്കണമെങ്കിൽ ഔപചാരിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ഒരു സ്ഥാപനം ഓർഗനൈസ്ഡ് ആയിട്ട് ഗവൺമെന്റ് അനുസരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട്
ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം വേണം, നോളജ് വേണം. നമ്മൾ ഈ അധികം പഠിക്കാത്ത ആളുകളും തട്ടിക്കൂട്ടി പരിപാടിയിൽ തുടങ്ങുന്നതുകൊണ്ടും അവർ ഓർഗനൈസ്ഡ് ഒരിക്കലും ആവില്ല. ബില്ല് എഴുതാൻ മടിക്കും, GST അടക്കില്ല, ഇൻകം ടാക്സ് അടക്കില്ല. അപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ട് വരാത്തതുകൊണ്ട് തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. നെക്സ്റ്റ് ജനറേഷന് കൈമാറാനോ അല്ലെങ്കിൽ ഒരു ടീമിനെ വെച്ചിട്ട് ബിസിനസ് കൊണ്ടു നടക്കാനോ പറ്റൂല. എന്താ ഒക്കെ ഈ കണക്ക് എഴുതി പേപ്പറിൽ എഴുതി കണക്ക് കൂട്ടുന്നതുകൊണ്ട് വേറെ ആളിനെ കണക്ക് ഏൽപ്പിക്കാൻ പറ്റൂല. ഒരു ദിവസം പനി പിടിച്ചു പോലും ഓപ്പറേഷൻ ആണെങ്കിൽ ഇയാൾക്ക് കടയിൽ വന്നിരിക്കല് നിർബന്ധമാണ്. നമ്മളിപ്പോ IFA കുറിച്ചിട്ട് ഫൈസൽ ഇങ്ങനെ പറഞ്ഞു വന്നു, പക്ഷെ എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. എന്താണ് IFA എന്നുള്ള പേരിനർത്ഥം? എങ്ങനെയാണ് IFA വന്നത്? 2009 ഞാൻ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. എൻ്റെ മകന് ഒരു 58 ദിവസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ ആ സംരംഭം തുടങ്ങുന്നത്. അപ്പോൾ റോയൽ ഏജൻസി കൊണ്ട് സ്ഥാപനം ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ വർഷം 2016 വരെ ഞങ്ങൾ ഹോൾസെയിൽ രംഗത്തായിരുന്നു, പ്രൊഡക്ഷൻ രംഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിലുള്ള മിക്കവാറും ഷോറൂമുകളിലേക്ക് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ചത്. 2016 നമ്മുടെ ആദ്യത്തെ ഒരു ചെറിയ കുഞ്ഞു ഷോറൂം ഓപ്പൺ ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് ഹോൾസെയിൽ എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഐഫ ഡെക്കർ എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. IFA ചെറിയൊരു പേരുള്ള ഒരു ഇത് കിട്ടണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ FAI ഫൈസൽ എന്നുള്ളൊരു എടുത്തിട്ട് ഇപ്പുറത്തിട്ടിട്ട് IFA ഇട്ടതാണ്. എന്തിനാണ് ഇട്ടതെന്നൊന്നും അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പേര് പറഞ്ഞു, അതിങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ രജിസ്ട്രേഷൻ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടുന്ന ഡെക്കർന്ന് കൂടി ചേർത്ത് വന്ന ട്രേഡ് മാർക്ക് എന്ന് കാര്യമായിട്ടൊന്നും അറിയുന്നില്ല. പക്ഷെ 2 സീലർ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വന്നു. പിന്നെ ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കി, നമ്മളൊരു ദിവസം തിരിച്ചറിഞ്ഞു, കൊറോണ കഴിഞ്ഞ വർഷം നമ്മൾ വിചാരിച്ചു IFA എന്ന് മാത്രം മതി, 3 അക്ഷരം ട്രേഡ് മാർക്ക് എടുത്തു. വേറെ ഒന്നും വരാൻ പാടില്ല. IFA ഫർണിച്ചർ, IFA ഇന്റീരിയർ ഒന്നും വേണ്ട, ഐഫ എന്ന് മാത്രം പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഐഫ എന്നുള്ളതും IFA എന്നുള്ളതും മാത്രം, വേറെ ഒന്നും വരരുത്. ബാക്കിയുള്ളത് ഭാവിയിൽ നമ്മൾ ഒരുപാട് പരസ്യം ചെയ്യുമ്പോൾ ഒരുപാട് ഈ ഷോറൂം കണ്ട ആളുകൾക്ക് മനസ്സിലാവും. ഇനി കാണാത്ത ആളുകൾ എന്താണ് IFA എന്ന് ഒരിക്കൽ ചോദിക്കണം എന്ന് വെച്ചിട്ട് അതുകൊണ്ടാണ് ആ ലോഗോ മാത്രം IFA എന്ന് മാത്രം എല്ലായിടത്തും ഇങ്ങനെ നിൽക്കുന്നത്. IFA ഫർണിച്ചറോ ഒന്നും ഇല്ലാത്തത്. സത്യത്തിൽ അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഏകദേശം IFA എന്ന് പറയുമ്പോൾ ഒരു ഫർണിച്ചറാണ് ആളുകൾ കുറേശ്ശെങ്കിലും തിരിച്ചറിഞ്ഞു തുടങ്ങി നമ്മളുള്ള സ്ഥലങ്ങളിലൊക്കെ. ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാല്, എന്തിനാണ് IFA എന്ന് ഇട്ടതെന്ന് പോലും എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അതിനൊരു കൃത്യമായൊരു ബ്രാൻഡ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരുന്നു നിങ്ങൾ. കാലിഗ്രഫി ആണെങ്കിലും അതിനെ പൊസിഷൻ ചെയ്യുന്നതാണെങ്കിലും ഒരു ബ്രാൻഡ് ബിൽഡിംഗ് പ്രോപ്പർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിലൊരു വളരെ പ്രധാനമായിട്ട് ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ അതിൻ്റെ ഫേസായി മാറി എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ കൃത്യമായി ഉപയോഗിച്ച ഒരു സംരംഭകനായിട്ടാണ് നിങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും വളരെ മുമ്പ് തൊട്ടേ നിങ്ങൾ അതിലേക്ക് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വളരെ കുറഞ്ഞ സമയങ്ങളിലാണ് വേദികളിൽ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ പഠനകാലത്തിലൊക്കെ ഞാൻ 1 മിനിറ്റ് ആകെ വേദിയിൽ നിന്നിട്ടുള്ളൂ, വേദിയിൽ കയറി നിന്നിട്ടുള്ളൂ. ആളുകളോട് സംസാരിക്കാൻ, ഇത്തരത്തിൽ ക്യാമറയെ അഭിമുഖീകരിക്കാനൊക്കെ വളരെ പ്രയാസമുണ്ട്, എല്ലാവരെയും പോലെ തന്നെ. ഇപ്പോഴും പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു സ്ട്രഗിളിങ് വന്നത്. എന്താ വെച്ചാൽ കൊറോണ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇതേപോലത്തെ ഒരു ബ്രാൻഡ് ഒരു കമ്പനി ഇതുപോലത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ ഫർണിച്ചറിന്റെ ഒരു പരസ്യങ്ങൾ ചെയ്തു തുടങ്ങി. കുറച്ച് സെയിലൊക്കെ കിട്ടുന്നതായിട്ട് അറിഞ്ഞു. അപ്പൊ നമുക്ക് അത്രയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആരെങ്കിലും ഒരാൾ ഫേസ് ആയിട്ട് നിൽക്കണം. അപ്പൊ വേറെ ആളുകളെ വെച്ച് ജീവിക്കാന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീം മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞു, ഫൈസലായിട്ട് ഇതിനെ ഒന്ന് മെനക്കെടണം, നിങ്ങൾ ഇതിന് മുന്നിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെയാണ് എൻ്റെ ആദ്യത്തെ ഫർണിച്ചറിന്റെ വീഡിയോ വരുന്നത്. അതായത് എൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, അമ്മ കണ്ടു സഹിക്കാത്ത പോലത്തെ ഒരു പ്രസന്റേഷനും വളരെ മോശം ഒരു അവതരണ രീതി, വളരെ മോശം പ്രൊഡക്റ്റ് നോളജും കൊണ്ടിട്ട് ചെയ്താണ്. പിന്നീട് എപ്പോഴൊക്കെയോ ഓരോ വീഡിയോസ് എടുത്തിട്ട് ഞാനിപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചു. പ്രസന്റേഷൻ ഇപ്പോഴും ഒരു ആവറേജ് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ റെഗുലറായിട്ട് കാണുമ്പോൾ പിന്നെ പ്രസന്റേഷൻ ഒന്നും വലിയ പ്രാധാന്യമില്ല. പ്രസന്റേഷൻ എങ്ങനെയായാലും നമ്മൾ ഇങ്ങനെയാണെന്ന് ആളുകൾ അറിയും. ഇപ്പോൾ ഇന്ദ്രൻസിന്റെ ഭംഗി കണ്ടിട്ടല്ല നമ്മൾ അയാൾ ഇഷ്ടപ്പെടുന്നത്. ഇന്ദ്രൻസിനെ കുറെ കാലമായിട്ട് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഇന്ദ്രൻസിനെ നമുക്ക് ഇഷ്ടമായി. ഇപ്പോഴുള്ള സംരംഭകർക്ക് ഈ നിങ്ങൾ ലേൺ ചെയ്തൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ വഴി ഒരു ബ്രാൻഡ് നന്നായിട്ട് ബിൽഡ് ചെയ്യാനും അത് ആൾക്കാരിലേക്ക് വിസിബിലിറ്റി കൊണ്ടുവരാനും അതിൽ സെയിൽസ് കൊണ്ടുവരാനും നിങ്ങൾ. അപ്പോ ഫർണിച്ചർ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലെ ഒരു സംരംഭകൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഇപ്പോ ഈ വീഡിയോസ് വരുമ്പോ കണ്ടിട്ട് നമ്മളെ ബ്രാൻഡിന് ഒരു വിസിബിലിറ്റി വന്നു. പിന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് നമ്മളെ സെൽഫ് വീഡിയോ. ചുമ്മാ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഏതെങ്കിലുമൊക്കെ വീഡിയോ എന്തെങ്കിലുമൊക്കെ റീച്ച് ആയി കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം ബാക്കിയുള്ള വീഡിയോകൾ റീച്ച് ആവും. അപ്പൊ ഞാൻ ഒന്ന് ചുരുക്കിയിട്ട് പുതു സംരംഭകർക്ക് എങ്ങനെ നിങ്ങളുടെ ബ്രാൻഡിന്റെ ഫേസ് ആവാം, അതിന് നിങ്ങൾ എങ്ങനെ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് വളരെ ചുരുക്കി പറഞ്ഞാൽ. നമ്മൾ നമ്മുടെ സ്ഥാപനത്തിനാണ് വളരെയധികം ഇഷ്ടപ്പെടുക.
നമ്മളെപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ആറ്റോമിക് ഹാബിറ്റിൽ പറയുന്നുണ്ട്, നമ്മൾക്ക് എന്തെങ്കിലും ശീലം അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ വളർത്തണമെങ്കിൽ അത് ഉറക്കെ പറയുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചിട്ട്, നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്തും ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിലായാലും നമ്മൾ പോകുന്നിടത്തായാലും നമ്മൾ എവിടെ പോയാലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യണതൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളും അത് പ്രിപ്പയർഡ് ആവും, ഒരു അക്കൗണ്ടബിലിറ്റി വരുന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, നമുക്കത് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും. ഇപ്പൊ നമ്മൾ നല്ല പ്രൊഡക്റ്റ് വിൽക്കുള്ളൂ, അത് ക്വാളിറ്റിയിൽ വിൽക്കും, ആഫ്റ്റർ സെയിൽസ് സർവീസ് കൊടുക്കും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യും, നല്ല ടീം മെമ്പറെ വെക്കും, ആളുകളോട് നല്ല രീതിയിൽ ഇതിനെപ്പറ്റി പ്രസന്റേഷൻ നടത്തും തോന്നിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൺഫിഡൻസ് വരും. അതാർക്കും വരും അങ്ങനെ കോൺഫിഡൻസ്, നമ്മൾ നന്നായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഫൈസല് മാർക്കറ്റിംഗിൽ എന്ത് സ്ട്രാറ്റജി ആയിരിക്കും ഒരു ഓൾട്ടർനേറ്റീവ് പോകാൻ പറ്റുക? കൺവെൻഷൻ മെത്തേഡ്, TV, പത്രം അങ്ങനെ പോകുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ? ഒരിക്കലും പറ്റില്ല, നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇപ്പോൾ ഒരു പത്രത്തിലെ ഫ്രണ്ട് പേജിലൊരു ന്യൂസ് ഉണ്ടെങ്കിൽ 1 കോടി രൂപയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യണം. സോഷ്യൽ മീഡിയ അല്ലാതെ സാധാരണ ബ്രാൻഡുകൾക്ക് ഉയർന്നു വരാൻ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. ആളുകളിലെത്തി അറിയാവുന്ന രീതിയിൽ എത്തണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വേണം. നമ്മൾ ഒരു പ്രൊഡക്റ്റ് കണ്ട് അതിന്റെ റിവ്യൂ എടുക്കുന്നതും അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ എങ്ങനെ കാണുന്നതും, ഇത്ര വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്രയും ഈസി ആയ ഒരു കാലഘട്ടം. ഷാജേട്ടൻ 30 വർഷമായിട്ട് അഡ്വർടൈസിംഗ് രംഗത്തുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു പരസ്യം എടുക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ടും വളരെ വ്യക്തമായിട്ട് അറിയാം. ഇനി അത് കാണിക്കണമെങ്കിൽ മീഡിയം ഇല്ല, ഒരു തിയേറ്ററിലാണ് കാണിക്കാൻ പറ്റുക. യൂട്യൂബില്, ഫേസ്ബുക്കില്, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എങ്ങനെ അത് പുറത്തേക്ക്? ടെലിവിഷനും തിയേറ്ററിനും മാത്രമായിട്ട് ഒരു മീഡിയ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അന്ന് അത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള, അത്തരത്തിൽ വലിയ ബ്രാൻഡുകൾക്ക് മാത്രം അപ്രോച്ച് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ വളർന്നു വരുന്ന സാധാരണ ഒരു ഷോപ്പേ ഉള്ളെങ്കിലും അവർക്ക് സാന്നിധ്യം അറിയിക്കാൻ ഒരു പേജ് തുടങ്ങാൻ ബുദ്ധിമുട്ടില്ലാണ്ടായി അല്ലെ? അങ്ങനെയല്ലേ നോക്കി കാണുന്നത്? തീർച്ചയായിട്ടും. ഞാനിപ്പോ എൻ്റെ ഒരു 30 വർഷത്തെ അഡ്വർടൈസിങ് ജേണിയില് ലാസ്റ്റ് 5 വർഷം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്ന് ബ്രാൻഡ് ബിൽഡ് ചെയ്ത് വരുന്നത്, ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ ചെയ്ത പോലെ തന്നെ, അതായത് ഞാൻ എപ്പോഴും ഞാൻ കാണുന്ന ഓൺട്രപ്രണേഴ്സിനോടും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിന്റെ മുഖമാവുക, നിങ്ങളുടെ ബ്രാൻഡിന്റെ ഫേസ് നിങ്ങൾ തന്നെയായിരിക്കണം. മനസ്സിലായി? ഇപ്പോൾ നമുക്ക് അറിയാലോ, വീഗാർഡ് എന്ന് പറയുമ്പോൾ കൊച്ചോസഫ് ചിറ്റുപള്ളിന് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് ഇല്ലേ? മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ ബിൽഗേറ്റ്സ് വന്നില്ലേ? ആപ്പിൾ എന്ന് പറഞ്ഞ സ്റ്റീവ് ജോബ്സ് വന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റീവ് ജോബ്സിനെ ഓർത്തിരിക്കുന്നു? സ്റ്റീവ് ജോബ്സിന്റെ പുസ്തകം കൂടെ എവിടെ കണ്ടു? അപ്പോ നമുക്ക് ഒരു ബ്രാൻഡിന്റെ മുഖമായി മാറാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം നിങ്ങളുടെ ബ്രാൻഡിനെ നിങ്ങൾക്ക് എൻഡോസ് ചെയ്യുന്ന പോലെ ജെന്യൂൻ ആയിട്ട് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാൻ ഈ കാണുന്ന ഓരോ ആളുകളോടും കൂടി പറയാണ്, എന്നോട് കൂടി പറയാണ്, നമ്മുടെ ബ്രാൻഡിന്റെ ഫേസ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ 2 ബെനിഫിറ്റ് ആണുള്ളത്. ഒന്ന്, പൈസ ഒന്നും കൊടുക്കണ്ട. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്റ്റോറിയിലൂടെ നമ്മുടെ ബ്രാൻഡിന്റെ സ്റ്റോറിയിലേക്ക് കടക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഐഫയിലുള്ള എല്ലാവരുടെയും സ്റ്റോറിയാണ് ഐഫ എന്ന് പറയുന്നത്. ഐഫയ്ക്ക് അങ്ങനെ ഒരു പിന്നെ ഐഫയുടെ സ്റ്റോറിയിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഒരു സ്റ്റോറി നമുക്ക് പറയാതെ ഒരിക്കലും ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഇപ്പൊ KFC എന്ന് പറയുമ്പോൾ 65-ാം വയസ്സിൽ തുടങ്ങി എന്നുള്ളതും ആ ചെറിയ ഗ്രാമത്തെ സപ്ലൈ എന്നുള്ളതും നമുക്കറിയാം. അതാണ് ആ സ്റ്റോറി. ഇപ്പോൾ ലീല കൃഷ്ണൻ നായരെ കുറിച്ചിട്ട് പറയുമ്പോൾ ലീലയുടെ സ്റ്റോറി, അവരുടെ പട്ടാളത്തിൽ കഴിഞ്ഞിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. MI യൂസഫലി പറയുമ്പോൾ 74-ല് അവിടെ പോട്ടി പോയിട്ട് എങ്ങനെയൊക്കെ കടന്നിട്ട് അവിടെ ചെറിയ ഈ ഒരു സ്റ്റോറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റോറി പെട്ടെന്ന് രജിസ്റ്റർ ആവും. നമ്മളെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കഥ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഉറക്കിയിരുന്നത്. ഓരോ ബ്രാൻഡിനും ബ്രാൻഡ് സ്റ്റോറീസിലൂടെയാണ് ഗ്രോത്ത് എടുക്കാൻ പറ്റുക. അപ്പോൾ ആപ്പിളിന്റെ കഥ പറയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കടക്കാർക്കും നമ്മളെ പോലത്തെ കുഞ്ഞു ബ്രാൻഡുകൾക്കും ഒരു സ്റ്റോറി പറയാൻ പറ്റുന്നു എന്നുള്ളത് ആളുകൾക്ക് പെട്ടെന്ന് രജിസ്റ്റർ ആവും. അത് ആ സ്റ്റോറി കേൾക്കാൻ ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണ്ട് എന്നുള്ളതും ഒരു നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. അതെ. അതായത് വലത്തെ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ തള്ളിയിട്ട് കുറെ വീഡിയോസ് നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് പൈസ ചെലവില്ല എന്നുള്ളതും ആളുകൾക്ക് ക്യൂരിയോസിറ്റി വർദ്ധിച്ചുകൊണ്ട് ഓരോന്ന് അപ്പോൾ നമ്മുടെ എപ്പോഴെങ്കിലും നമ്മളൊരു പേജിലൂടെ ആളുകളിലേക്ക് എത്തുക എന്നുള്ളത് ചെറിയ കാര്യമില്ല, അത്ര ഈസി ആയത്. ഇതിനൊന്നും ഇപ്പോൾ വലിയ എഡിറ്റോ വലിയതൊന്നും വേണ്ട, ചുമ്മാ പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്താലും അങ്ങ് എത്തും. 1 രൂപ പോലും പ്ലാറ്റ്ഫോം ഫീസ് കൊടുക്കണം. പിന്നെ നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പൊ ഇത് ഞാൻ പറയുമ്പോഴായാലും ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഷാജേട്ടൻ പറയുന്ന ആളിൽ നമ്മളൊന്ന് വളരെയധികം ശ്രദ്ധിച്ച് ആ സംരംഭകന്റെയോ അല്ലെങ്കിൽ ആ ബ്രാൻഡിന്റെ ഫൗണ്ടറുടെയോ അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ആളുകളുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് സംസാരിക്കുമ്പോൾ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അയാൾ എത്ര ജെന്യൂൻ ആണെന്നുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
നുണ പറയുമ്പോഴും അല്ലാത്തപ്പോഴും നമുക്ക് അല്ലാതെ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലെ. ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനല്ലേ കളവ് പറയുന്നത് പൊതുവെയുള്ള ധാരണ, അങ്ങനെയാണെന്നും അല്ലെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ പറയുമ്പോൾ തന്നെ നമ്മൾ വല്ലാണ്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇതൊരിക്കലും ഇന്നസെന്റ് പറഞ്ഞതാ, വല്ലാതെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കളവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്ര. ആളുകൾക്ക് ആ ഒരു ഇൻഡ്യൂഷൻ കിട്ടും. അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് പലപ്പോഴും സിനിമാ സദസ്സുകളിൽ സജീവമായി കാണാറുണ്ട്. പല അമ്മയുടെ ഷോയിലും എല്ലായിടത്തും കാണാറുണ്ട്. ഈ വണ്ടി പോലെ തന്നെ സിനിമാ ഭ്രാന്തുണ്ടോ? സിനിമ ഭ്രാന്തില്ല. പല ആളുകളും നമ്മൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നോ എന്നൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് ആളുകൾ വരാനും വിളിക്കാനൊക്കെ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ലോകം എന്നൊക്കെ വരാറുണ്ട് ആളുകൾ. സിനിമ ഒന്നും നമ്മൾ നമ്മുടെ ഏരിയ അല്ല, നമുക്ക് അറിയാത്തൊരു പണിയെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. രണ്ടാമത്തെ, ഈ അമ്മ അസോസിയേഷനായിട്ട് കുറെ വർഷമായിട്ട് അവരുടെ ഫർണിച്ചർ പാർട്ണറായിട്ടും അതിലുള്ള പല ആളുകൾക്കും പ്രൊഡക്റ്റുകൾ കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ ചെറിയ പ്രോഗ്രാമിന്റെ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നതൊക്കെ സന്തോഷമാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തത് മമ്മൂട്ടി മോഹൻലാലും ഒരു വേദിയിൽ വെച്ച് ഒരു മൊമെന്റ് തന്നതിന് ശേഷം ലാലേട്ടൻ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഫൈസൽ 2 വാക്ക് സംസാരിക്കുന്നു വെച്ച്. അപ്പൊ ലാലേട്ടനെ മമ്മൂട്ടിയുടെയും നടുക്കിൽ വെച്ചിട്ട് സംസാരിക്കാൻ പറ്റി. രണ്ടുപേരും ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ തെറ്റി പറഞ്ഞതിന് കൈയടിക്കുകയും ചെയ്തു എന്ന ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഇനി ഒരിക്കലും വേറൊരാൾക്കും അങ്ങനത്തെ ഒരു അത്തരത്തിലുള്ള അവസരം, രണ്ടുപേര് വന്നിട്ടുള്ള അവസരം കിട്ടല് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊരു ഭാഗ്യമായി. പിന്നെ ഈ പറഞ്ഞ 500-ലധികം മെമ്പേഴ്സ്, അതിനകത്തുള്ള എല്ലാവരുടെയും ഫോൺ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതും, നമുക്ക് എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റിയൊരു വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ HNI നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽ ആയാലും സെലിബ്രിറ്റികളായാലും നമ്മൾ അവരെ മിസ്യൂസ് ചെയ്യുന്നില്ല എന്നവർക്ക് ഉറപ്പാണെങ്കിൽ അവർ നമ്മളോട് ഫ്രീ ആയിട്ട് ഇടപെടും. നിങ്ങൾ ചിറ്റിലപ്പള്ളി സാറിനെ ആർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തൊരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ മിസ്യൂസ് ചെയ്യില്ല എന്ന് അദ്ദേഹത്തെ എപ്പോഴോ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സുഹൃത്തായിട്ട് അദ്ദേഹം കാണുകയില്ല, നിങ്ങൾക്കൊരു സ്പേസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടില്ല എന്നുള്ളതാണ്. അത് ഷാജേട്ടൻ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. ഫൈസൽ, എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരു അഡ്വൈസർ റോളിലാണ് പലപ്പോഴും ഫർണിച്ചറിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പലപ്പോഴും IFA എന്ന് എടുക്കുന്നത് പറയുന്നതിനേക്കാൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും. അല്ല, ഞാൻ IFA എന്ന് എടുക്കണമെന്ന് ഇപ്പോഴും പറയണില്ല. ഞാനിവിടെ ഇഷ്ടംപോലെ നല്ല സ്ഥാപനങ്ങളുണ്ട്. IFA നമ്മൾ ഈ ശബ്ദം കലബൽ ഉണ്ടാക്കുന്നു എന്നുള്ളേ ഉള്ളൂ. ഇഷ്ടംപോലെ എനിക്ക് അറിയാവുന്ന ട്രസ്റ്റഡ് ബ്രാൻഡുകളുണ്ട്. അപ്പൊ ഞാൻ ആ ബ്രാൻഡുകളുടെ വീഡിയോസ് എടുക്കാറുണ്ട്. ഞാനൊരു എക്സിബിഷന്റെ ഇൻഫ്ലുവൻസർ പാർട്ണറാണ്. ഞങ്ങൾക്ക് 14 കമ്പനി ഉണ്ട്. എന്നാലും മറ്റ് ചിലപ്പോൾ നമ്മളത്രയും വലുപ്പമില്ലാത്ത കമ്പനികളൊക്കെ നമ്മൾ തന്നെ വിളിക്കും, എന്നിട്ട് ഒരു വീഡിയോ എടുത്ത് തരാൻ പറ്റും. ഇപ്പോഴും നിങ്ങൾ വരുമ്പോൾ ഒരു ഷൂട്ടാണ് നടക്കേണ്ടായിരുന്നു. അപ്പൊ അവർ വെച്ച് നിങ്ങൾ അവരുടെ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരുമെന്ന് വെച്ചു. നമുക്ക് സോഷ്യൽ മീഡിയ കുറെ ആളുകൾ ഫോളോ ചെയ്തിട്ടുണ്ടായതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും സോഷ്യൽ മീഡിയ ആവില്ല. അപ്പോൾ വേറെ ആർക്കെങ്കിലും അത് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒന്ന് ഇൻഡിവിജ്വൽ മീഡിയ ആവും. ഒന്നുമില്ല, ഇതെല്ലാവരും വേണം. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ റെഡിയാണ്. പലപ്പോഴും ചില ബ്രാൻഡൊക്കെ ഞങ്ങളുടെ ഷോറൂമിന്റെ അടുത്തുള്ള ഒരു ഷോറൂമിന്റെ ഒക്കെ നമ്മൾ വീഡിയോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോലും ലൈക്ക് അടിക്കില്ല. ലൈക്ക് അടിച്ചാൽ ചിലപ്പോൾ അവർക്ക് നമുക്ക് ഒരു അപ്രിസിയേഷൻ ആയെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ നമ്മളങ്ങനെയല്ല, അവരുടെ വീഡിയോ അവരുടെ നല്ല കാര്യമാണ്, നല്ല നേര് പറയുക എന്നുള്ളതാണ്. അതിപ്പോ ആ ബ്രാൻഡ് ക്രെഡിബിൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തില്ല. അവർ പൈസ വന്നാലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യില്ല. മറ്റേതിന് ഒരു ഫിനാൻഷ്യൽ ഒരു കൊമേഴ്സ്യൽ നോക്കാതെ നല്ലതാണെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുള്ളതല്ല. ഈ പലപ്പോഴും സോഷ്യൽ മീഡിയയില് നമ്മളിപ്പോ നിങ്ങൾ ഫേസ് ആവുന്ന പോലെ ഞാൻ പറയാറുണ്ടെങ്കിൽ, പലപ്പോഴും എന്താ വെച്ചാൽ ആരെങ്കിലും സോഷ്യൽ മീഡിയ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അവർക്കൊരു എമൗണ്ട് കൊടുത്തിട്ട് അവർ കുറെ പോസ്റ്ററുകൾ ഇടും, സംഭവങ്ങൾ ഇടും. അത് ഏറ്റവും ഞാൻ തമാശ തോന്നിയെന്ന് വെച്ചാൽ, ഈ അടുത്തിടെ ഒരു സ്ഥാപനത്തിൽ പോയപ്പോ അവർക്ക് അവിടെ 127 എംപ്ലോയി ഉണ്ട്. അവർക്ക് സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്, അതിലാകെ ലൈക്ക് 4. അപ്പൊ ഈ എംപ്ലോയീസ് പോലും അവരെല്ലാവരും സോഷ്യൽ മീഡിയ, ഞാൻ ഒരു എംപ്ലോയീസിനോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേര് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു? നല്ല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ പോസ്റ്ററുകൾ കാണാറുണ്ടോ? കാണാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ലൈക്ക് കിട്ടില്ല? അപ്പോഴാണ് പലരും ഇങ്ങനെ ഒന്ന് തലേക്ക് താഴ്ത്തി. അപ്പോൾ അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെ ആ ഒരു കൾച്ചർ. 127 പേരും ഇന്റേണൽ മാർക്കറ്റിങ്ങിനെ അവർക്ക് അറിഞ്ഞിട്ടില്ല, അവർ ലൈക്ക് അടിക്കാൻ അവര് ഇതായിട്ടില്ല. അതെ, ഷെയർ ചെയ്യാൻ പറ്റില്ലായിരിക്കും, വാളിൽ കുറെ വീഡിയോസ് കാണാൻ പറ്റില്ല. പക്ഷെ ആ 127 ആർക്കും ലൈക്ക് അടിക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ ഇന്റേണൽ മാർക്കറ്റിംഗ് കൃത്യമായിട്ടില്ല എന്നുള്ളതാണ്. അതൊരു സോഷ്യൽ മീഡിയ പ്രസന്റേഷൻ രീതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു IFA അതിനോടൊപ്പം തന്നെ കുറെ കോർ വാല്യൂസ് IFAക്ക് ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാറില്ല. ഇനി മാറ്റണമെങ്കിൽ പറയാട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് പലയിടത്തും കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ നിങ്ങളുടെ 46 ബ്രാഞ്ചുകളിലും ഒരു ലൈബ്രറി ഉണ്ട്, ചില ട്രീ ഇനീഷ്യേറ്റീവ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതുപോലെ എന്തൊക്കെ അത്തരം സാധനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇതിന്റെ കൂടെ മാംബോഡിയായി ചേർക്കുന്നത്? കാരണം വെച്ചാൽ ആൾക്കാർ ഇമോഷണലി നിങ്ങളുടെ ബ്രാൻഡിനോട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്
അവർക്ക് ആൾക്കാർക്ക് ഒരു എന്താ പറയാ നിങ്ങളുടെ ബ്രാൻഡിനോട് ഒരു ലോയൽറ്റി ഉണ്ടാവണം. അതിനെന്തെല്ലാം ചെയ്യുന്നു? തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം നമ്മളൊരു ചെറിയൊരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കുറെ സംരംഭകർ വന്നിരുന്നു. അപ്പൊ ആ ട്രെയിനർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ബിസിനസ് നടത്തുന്നതെന്ന് ചോദിച്ചു. എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഇരിക്കുന്ന 30 പേരും പറഞ്ഞ ഉത്തരം അറിയില്ല എന്നായിരുന്നു. എന്തായിരുന്നു പർപ്പസ് എന്ന് പറയുമ്പോൾ പർപ്പസ് അറിയാതായിരുന്നു ബിസിനസ് നടത്തിയിരുന്നു. ഓക്കെ. അപ്പൊ ഐഫ ഒരു പർപ്പസ് സെറ്റ് ചെയ്തു, കോർ പർപ്പസ് സെറ്റ് ചെയ്തു, ടു ക്രിയേറ്റ് അപ്ഡേറ്റഡ് ലൈഫ് സ്റ്റൈൽ. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അപ്ഡേറ്റ് ചെയ്യണം, നമ്മുടെ കൂടുതൽ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ അപ്ഡേറ്റ് ചെയ്യണം, ഞങ്ങളുടെ സാധനങ്ങൾ തരുന്ന ആളുടെ ലൈഫ് സ്റ്റൈൽ അപ്ഡേറ്റ് ചെയ്യണം, ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ലൈഫ് സ്റ്റൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഐഫയുടെ കോർ പർപ്പസ്. അപ്പോൾ പർപ്പസ് അറിയാതെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കാനെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അതൊന്നല്ല. അല്ലാതെ നമ്മൾ ഇത് ഈ ലൈഫ് സ്റ്റൈൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഐഫ ആ പർപ്പസിൽ. രണ്ടാമത് വാല്യൂസ് സാർ പറഞ്ഞു നേരത്തെ. അപ്പോൾ ഈ വാല്യൂസ് ഞങ്ങൾ 3 വാല്യൂസ് ആണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നത്. ഒന്ന് ടുഡേസ് പ്രോമിസ്, എന്താണോ നമ്മൾ പറഞ്ഞത് അത് നമ്മൾ കൊടുക്കുള്ളൂ. ഒരു സാധനം പറഞ്ഞാൽ ആ ക്വാളിറ്റി മാത്രമേ പറ്റുള്ളൂ, അത് കൊടുക്കും. രണ്ടാമത് നമ്മൾ കണ്ടിന്യൂസ് അപ്ഡേഷൻ, നമ്മുടെ സ്റ്റോർ റൂമുകളായാലും നമ്മൾ കൊടുക്കുന്ന ഫർണിച്ചറുകളായാലും കണ്ടിന്യൂസ് അപ്ഡേഷൻ അതിൽ കൊണ്ടുവരണം എന്ന് വിചാരിക്കാറുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ട്രെൻഡിനനുസരിച്ചിട്ട് അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ യൂണിറ്റിയാണ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒരു യൂണിറ്റി ആയിട്ടുള്ള ഒരു കൾച്ചർ രൂപപ്പെടുത്തിയെടുക്കാൻ ഞങ്ങൾ ആവുന്നത് ശ്രമിക്കാറുണ്ട്. കുറേയൊക്കെ ഫലം കണ്ടു തുടങ്ങി എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്നെ സ്ട്രൈക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ബ്രാഞ്ചസ് അല്ല നിങ്ങളുടെ എംപ്ലോയീസ് തന്നെ പിന്നീട് പാർട്ണറായിട്ട് നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്ന രീതി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് തന്നെയാണ് പിന്നീട് പല സ്ഥാപനങ്ങളിലും പാർട്ട്നേഴ്സായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കൊരു ബ്രാഞ്ച് ഇടുമ്പോൾ പിന്നീട് അതിനൊരു ലോസ് സംഭവിക്കാൻ അത് നിർത്തേണ്ടി വരാത്തത്. ഈ ബിസിനസ് അറിയുന്ന ആളുകൾ തന്നെയാണ് അതിനകത്ത് പാർട്ട്ണറായിട്ടോ ഡയറക്ടറായിട്ടോ ഒക്കെ വരുന്നത് ഇപ്പോഴും. അപ്പൊ ഞങ്ങൾക്ക് 40ഓളം അത്തരത്തിലുള്ള ആളുകൾ നമ്മളെ കൂടിയുണ്ട്. 17 വർഷമായിട്ട് ഇൻട്രാപ്രണർ ഷമീർ സാർ പഠിപ്പിച്ചതാണ്. അത് പഠിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചെയ്തു തുടങ്ങിയതാണ്. ഞാനൊരു 15 വർഷം മുമ്പ് തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത ഒരാളാണ്. അപ്പൊ നമ്മുടെ കൂടെ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് ചെയ്യാം. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, നമുക്ക് ഒന്നിച്ച് പോകുന്ന നമ്മുടെ കൾച്ചർ സെറ്റാണ്, നമ്മുടെ വാല്യൂസ് ഒക്കെ ഒരുപോലെയാണ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പാർട്ണറായിട്ട് എടുക്കാം. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. അപ്പോ നിങ്ങൾ ടുഗദർ വി ക്യാൻ എന്നുള്ളൊരു പോളിസിയാണ് എംപ്ലോയീസ് ടീമായിട്ട് തന്നെ നിൽക്കുന്നത്. ടുഗദർ അച്ചീവ് ചെയ്യാൻ തന്നെയാണ്. സത്യത്തിൽ അത് നമ്മൾ വിചാരിക്കുന്നതാണ്. ബിസിനസ് ചെയ്യാൻ പണമാണ് ഏറ്റവും അധികം വേണ്ടത്, അറിവാണ് ശരിക്ക് പീപ്പിൾ ഓറിയന്റഡ് ആണ്, ജനങ്ങളാണ്, ആളുകളെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ ബിസിനസ് ചെയ്യേണ്ടത്. ആളുകളില്ലാതെ വിത്തൗട്ട് ഇതുപോലത്തെ ലോയലായിട്ടുള്ള ആളുകൾ, ഒരു ഓണർ ഇല്ലാതെ ഒരു സ്ഥാപനം മുന്നോട്ട് പോവില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ഓണർഷിപ്പ് ഉള്ള ആളുകൾ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ ഡിഫറെന്റ് ആണ് രണ്ടും. ഒരു പഴമൊഴിയുണ്ട്, അതായത് ഒരു വയലിലെ ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത് അതിന്റെ യജമാനന്റെ നിഴലാണെന്ന്. അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. അപ്പൊ ആ യജമാനന്മാര് അല്ലെങ്കിൽ ആ ഓണർഷിപ്പ് എടുക്കാൻ പറ്റുന്ന ആളുകള് ക്വിക്ക് ഡിസിഷൻ ഓണേഴ്സിന് എടുക്കാൻ പറ്റുള്ളൂ. തെറ്റിയാലും ശരിയായാലും അയാളോട് ആരും ചോദിക്കാനില്ല എന്നുള്ളത്. ആ ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ ഉള്ള ആളുകൾ ഐഫയിൽ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ ചെയ്യുന്ന പോലെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചിറ്റലപ്പള്ളി സാറിന്റെ കാര്യം തന്നെ പറയുമ്പോൾ അവിടെ ഡയറക്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ക്വിക്ക് ഡിസിഷൻ എടുക്കുന്നുണ്ട് സാറിനോട് ചോദിക്കാതെ തന്നെ. ഒരു സ്ഥാപനം വളരുമ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ കണ്ടുപഠിക്കുന്നതാണ്. ഓരോ സ്ഥലങ്ങളിലും ഇത്തരം കാര്യമില്ല. നമ്മളൊരു കുഞ്ഞു സ്ഥാപനമാണ്, പക്ഷെ ഈ സ്ഥാപനങ്ങളിൽ നമുക്കത് വർക്കൗട്ട് ആവാൻ പറ്റും. പൈസ ഒക്കെ സെക്കൻഡറി ആണ്. ഇത്തരം ഒരു ടീമിനെ നമ്മൾ മുൻനിർത്തി നമ്മുടെ കൂടെ ഒരു ടീം ഉണ്ട് എന്ന് കാണുമ്പോൾ പൈസ തന്നെ വന്നോളൂ. ബാങ്ക് തരും, അല്ലെങ്കിൽ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എവിടെയെങ്കിലും നല്ലൊരു ഓപ്ഷൻ. നമ്മൾ ട്രാൻസ്പെറന്റ് ആണ്. പണ്ട് പറഞ്ഞു കേൾക്കാറില്ല, നമ്മുടെ ബിസിനസ് നമ്മൾ മാത്രമല്ല കാണുന്നത്, നമ്മുടെ ബിസിനസ് വേറെ ആരൊക്കെയോ കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഫൈസൽ, ഞാൻ ഒരു ചോദ്യം, അത് നിങ്ങളുടെ ഒരു സീക്രട്ട് ആണെങ്കിൽ പറയണമെന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമാവുന്ന വെച്ചാൽ പറയാം. കാരണം ഒരുപാട് ഫർണിച്ചർ ഷോറൂമുകളുണ്ട് അല്ലേ? നിങ്ങൾ എന്താണ് വേറിട്ട് നിൽക്കുന്നത്? ആ വേറിട്ട് നിൽക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതി, ഒരു സ്ട്രാറ്റജി എന്താണ്? നമ്മുടെ കോർ വാല്യൂസിൽ ഒന്നാണ് കണ്ടിന്യൂസ് അപ്ഡേഷൻ. അപ്പൊ നമ്മളിപ്പോ പുതിയ അപ്ഡേഷനുകൾ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഒരു 5 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന്, നമ്മളെല്ലാ സ്റ്റോറിലും ലൈബ്രറി ഉണ്ട് എന്നുള്ളതാണ്. ഒരു പിൻട്രസ്റ്റിന്റെ ഒരു വിഷ്വൽ രൂപം, അല്ലെങ്കിൽ ടച്ച് ആൻഡ് ഫീൽ, പിൻട്രസ്റ്റിന്റെ ടച്ച് ആൻഡ് ഫീലാണ് ഓരോ ഐഫകളും. മൂന്നാമത്, ഐഫ എന്നൊരു ഫർണിച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഭാഗമായിട്ട് ഒരു മരം കട്ട് ചെയ്തിട്ടാണ് ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രകൃതിക്ക് ഒരു ദുരന്തം നമ്മൾ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മരം കൂടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഐഫയിൽ ഇപ്പോൾ പുതിയൊരു ഇനിഷ്യേറ്റീവ് എന്ത് ചെയ്യണം എന്നാലോചിച്ചപ്പോൾ ഐഫയിൽ നമ്മൾ എല്ലാവർക്കും, വരുന്ന എല്ലാവർക്കും
ഒരു ചായയോ അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക്സോ ഡ്രൈ ഫ്രൂട്ട്സോ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഹോസ്റ്റിംഗ് രീതി ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിന്ന്, ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് ഒരുപാട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരുപാട് നല്ല അപ്രിസിയേഷൻ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരാൾ ചെയ്യുന്നില്ല. ജ്വല്ലറിയിലല്ലാതെ ഒരു സ്ഥലത്തും ചായ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. നാലാമത് നമ്മുടെ എല്ലാ ഐഫൈ ഇരിക്കുന്ന സ്ഥലങ്ങളിലും എന്തെങ്കിലും ഒരു കൾച്ചറൽ ആക്ടിവിറ്റി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരും. അപ്പോൾ അത് ഡ്രോയിങ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു പെയിന്റിങ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണെങ്കിലും, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ അത്തരം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇത് ഇൻഡസ്ട്രിയിൽ ആരും ചെയ്യാത്തതാണ്. പിന്നെ ഐഫ ഒരു 50 വീഡിയോസ് ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഒറ്റ ഫർണിച്ചർ സ്ഥാപനം 50 വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ കാണിക്കുന്ന സാമ്പത്തിക അച്ചടക്കം 1-ാം തീയതി തന്നെ എല്ലാ പേയ്മെന്റ് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ചില ആൾ 5-ാം തീയതി, 7-ാം തീയതി, 8-ാം തീയതി, ഈ അൺസർട്ടനിറ്റി നമ്മൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിന് ഞങ്ങളൊരു മെത്തേഡ് പറയുമ്പോഴും ചെയ്യുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ഞങ്ങളൊരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു DTPN മെത്തേഡ്. ഇത് ഐഫ എപ്പോഴും ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഫർണിച്ചറിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതാണ്. എങ്ങനെയാണ് അതിന്റെ സാമ്പത്തിക ശാസ്ത്രം? ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നിങ്ങളുടെ 46 ബ്രാഞ്ചിൽ ഒരു ആവറേജ് ഒരു സ്ഥലത്തെ സ്റ്റോക്ക് കണക്കാക്കുകയാണെങ്കിൽ ഇത്ര ക്രോറിന്റെ സ്റ്റോക്ക് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ക്യാപിറ്റല്, ഇതൊക്കെയാണ് ഒരു സംരംഭകനെ സംബന്ധിച്ച് പാകപ്പഴ സംഭവിച്ചു പോകുന്ന പല ഏരിയ. ഇതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ സാമ്പത്തിക ശാസ്ത്രം? ഞങ്ങൾ ലോൺ എടുക്കാതെ ബിസിനസ് ചെയ്യണം എന്നാണ് ആദ്യം എടുത്ത തീരുമാനം. അപ്പോൾ ഇപ്പോൾ ഈ ചില സ്ഥാപനങ്ങളിൽ ലോൺ ഇല്ല എന്ന് പറയുന്നില്ല, ലോൺ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റർ ഉണ്ട്, ഒരാളേ ഉള്ളൂ. പല ആളുകളും ഇങ്ങനെ ഫണ്ടൊക്കെ ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെ അക്സെപ്റ്റ് ചെയ്യാറില്ല. ആ ഒരാളുണ്ടെങ്കിൽ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ 3000-ഓളം ഷോറൂമുകളിൽ സപ്ലൈ ചെയ്തിരുന്നു. ഞങ്ങൾ ഹോൾസെയിൽ കുറച്ച് ലിമിറ്റഡ് സ്റ്റോറിലേക്ക് മാത്രമാക്കി, ഞങ്ങളുടെ പ്രൊഡക്ഷന് കൊടുക്കാവുന്ന സ്റ്റോറിലേക്ക് ആക്കി. അതിന് ഞങ്ങൾക്ക് ഒരു ഫണ്ടായിരുന്നു. പിന്നെ ഈ ശരിക്കും ഇൻവെന്ററി റൊട്ടേഷൻ അറിയാത്തത് കൊണ്ടാണ് ആളുകൾ കുറേ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ 2 days പ്രോമിസ് എന്ന് നമ്മൾ പറയുക മാത്രമല്ല, അത് ചെയ്യും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളവിടെ ഒരാൾക്ക് പോലും ഡയറക്ടേഴ്സിനോ പാർട്ട്നേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ അവിടെ ടീം മെമ്പേഴ്സിന് ആർക്കും അഡ്വാൻസ് ഇല്ല. 30 ദിവസം അഡ്വാൻസ് ഇല്ല. പുതിയത് എടുക്കുന്ന ബ്രാഞ്ചുകളിലൊക്കെ നമുക്ക് 1-ാം തീയതി നമ്മൾ റെന്റ് കൊടുക്കും, 1-ാം തീയതി നമ്മൾ സാലറി കൊടുക്കും. ഒരു 30 ദിവസം ക്രെഡിറ്റ് ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ആ 30 ദിവസത്തിനുള്ളിൽ കറക്റ്റായിട്ട് പേയ്മെന്റ് കൊടുക്കും. ഒരാളെ പോലും നമ്മൾ ഈ പേയ്മെന്റിന് വേണ്ടി ഇരുത്തരുത് എന്ന് ആദ്യം വിചാരിച്ചത്. നമ്മൾ കുറെ കാലം ഹോൾസെയിലിൽ പോയിട്ട് 3-4 മണിക്കൂർ ഒരു ഷോപ്പിൽ ഇരുന്നിട്ട് പേയ്മെന്റ് കിട്ടാതെ മടങ്ങിയ അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ വെൻഡേഴ്സിന്റെ അടുത്ത് നിന്ന്, ഞങ്ങൾക്ക് തന്നെ 14 കമ്പനികളുണ്ട്, അവിടെ നിന്നൊക്കെ നമുക്ക് കൃത്യമായ ഡേറ്റുകൾ ഇടവേളകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് നല്ല സപ്പോർട്ടാണ്. നമ്മൾ ഈ ഫണ്ട് എടുത്തിട്ട് ചേരാനോ, നമ്മൾ ഈ ഫണ്ട് എടുത്തിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്കോ, നമ്മൾ ഈ ഫണ്ട് എടുത്തിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിലേക്ക് പോവാതിരുന്നാൽ മതി. ക്യാഷ് ഫ്ലോ എല്ലാ സ്ഥാപനത്തിലും കറക്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി. ക്യാഷ് ഫ്ലോ മാനേജ് അങ്ങനെയാണ്. തീർച്ചയായിട്ടും ക്യാഷ് ഫ്ലോ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ 1 കോടി രൂപ സ്റ്റോക്കുള്ള സ്ഥലത്ത് 1 കോടി രൂപ തന്നെ ബിസിനസ് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് റൊട്ടേഷൻ എന്ന് പറഞ്ഞത് 1 month എടുക്കുന്നുള്ളൂ. പിന്നെ ഈ ഫണ്ട് വരുമ്പോ അല്ലെങ്കിൽ സെയിൽസ് വരുമ്പോ അല്ലെങ്കിൽ ക്യാഷ് കയ്യിൽ വരുമ്പോ എത്ര ക്യാഷ് വന്നു എന്നതിന്റെ അർത്ഥം എന്താ വെച്ചാല് അത്രയും ക്യാഷ് അവർ കൈകാര്യം ചെയ്യാൻ പഠിച്ചു എന്നാണ് അർത്ഥം. ഇപ്പോ 1000 കോടി ഒരാളുടെ അടുത്ത് ഉണ്ടെങ്കിൽ 1000 കോടി കയ്യിൽ ഉണ്ടാവണമെങ്കിൽ 1000 കോടിയുള്ള ധനികനല്ല ആള്, 1000 കോടി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ്. അല്ലെങ്കിൽ അവർക്ക് ആ 1000 കോടി അവിടെ നിൽക്കൂല, അവർ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് പോകുന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചെറിയ ഇപ്പൊ ഈ 46 സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒക്കെ കൊച്ചു സ്ഥാപനങ്ങൾ തന്നെയാണ്. ഫർണിച്ചറിൽ എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് ഒരു ക്യാഷ് ഫ്ലോ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴും നമ്മളത് ആ സ്ഥാപനം കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ 26 വർഷത്തെ ഫർണിച്ചറിലെ ജേർണിയാണ് ഈ 46 സ്ഥാപനം. അല്ലാതെ ഒരു ദിവസം രാവിലെ വന്നിട്ട് കാണുന്നു കുറെ ഷോപ്പ് തുടങ്ങിയെന്നല്ല. അത്രയും വർഷം 26 വർഷം എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. ഒരു ഓവർനൈറ്റ് സക്സസ് ഒന്നായിട്ട് ഞാൻ വിലയിരുത്തുന്നില്ല. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഞാൻ ഇത്ര വർഷം കൊണ്ടാണ് ഇങ്ങനെ തീർച്ചയായിട്ടും ഒരു വളർച്ച ഉണ്ടാക്കിയെന്നുള്ളത്. നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രോത്ത് വളരെ ഗ്രാജുവലി എടുത്തിട്ട്
പടിപടിയായിട്ടാണ് ഗ്രോത്ത് എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരിക്കലും നിങ്ങൾ പിന്നീട് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ ബിസിനസ് തുടങ്ങുന്നത് 17 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഞാൻ 12 വയസ്സിൽ ജോലി തുടങ്ങിയിട്ട് ഞാൻ 29 വയസ്സിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 17 വർഷത്തെ ലേണിംഗ് എനിക്ക് ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ എ പ്ലെയർ കൺസെപ്റ്റ് എന്ന് പറയില്ലേ, എ പ്ലെയർ, ബി പ്ലെയർ, സി പ്ലെയർ കൺസെപ്റ്റില്. അപ്പൊ ഞാനൊരു എ പ്ലെയർ ആയിരുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ എനിക്ക് ഞാൻ 2-3 സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് റെഗുലറായിട്ട്. 10-ലധികം ജോലികൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ടുണ്ട്. പല എന്ന് വെച്ചാൽ ഈ പെയിന്റിങ് ജോലികളോ അല്ലെങ്കിൽ ലോഡിങ് അൺലോഡിങ് വർക്കുകളോ അത്തരം ജോലികളൊക്കെ അല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ആവുന്ന മാക്സിമം റിസൾട്ട് അവിടെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരു ചുമര ഉരച്ച് കഴുകുന്ന പണിയാണ് എടുത്തപ്പോ ഞാൻ ആ ഫ്രണ്ട്സ് സിനിമയിൽ മെല്ലെ ഉരയ്ക്കാറില്ലേ, ഞാൻ പരമാവധി മാക്സിമം പൊടി പോകണം. ഞാൻ നില അടിച്ചു വരുന്ന ജോലി ചെയ്യുമ്പോൾ ഞാൻ ആ പൊടി ഇല്ലാതെ, ഒരു പൊടി പോലും ഇല്ലാതെ എനിക്ക് അടിക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ഞാനൊരു വെള്ളം ബക്കറ്റ് പിടിച്ചു വെക്കുന്ന ഒരു ജോലിയാണ് എല്ലാവർക്കും ആളുകൾക്ക് കുടിക്കാനുള്ള, എൻ്റെ സീനിയേഴ്സിന് കുടിക്കാനുള്ള വെള്ളം ബക്കറ്റ് നിറച്ചു കൊടുക്കുമ്പോൾ ഞാൻ നിറച്ചു കൊടുത്തിരുന്നു വെള്ളം. എനിക്ക് അര ബക്കറ്റ് എടുത്ത് വെച്ചാൽ ആരും ചോദിക്കില്ല, പക്ഷെ എനിക്ക് നിറച്ച് കൊടുക്കണമായിരുന്നു. ഞാൻ സെയിൽസിൽ പോകുന്ന സമയങ്ങളിൽ ഞാൻ 25 കടയാണ് എനിക്ക് കൊടുക്കണമെങ്കിൽ എനിക്കൊരു 30 കടയിൽ എത്തിക്കണം, അല്ലെങ്കിൽ 32 എത്തിക്കണം. രാത്രി 11 മണി വരെ വർക്ക് ചെയ്യണം. ആ ഒരു മൂഡായിരുന്നു എൻ്റെ അടുത്ത്. സത്യത്തിൽ അത് ഞാൻ എൻ്റെ മുതലാളിക്ക് വേണ്ടി ചെയ്തല്ല, ഞാൻ എനിക്ക് വേണ്ടി ചെയ്ത് തന്നെയാണ്. എൻ്റെ ക്യാരക്ടർ അങ്ങനെ രൂപപ്പെട്ടിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ബോസന്മാരൊക്കെ പെറ്റായിരുന്നു. നല്ലപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഇഷ്ടം ഉണ്ടാവും നമ്മളോട്. ഇന്നും ഞാൻ ജോലി ചെയ്ത എല്ലാ സ്ഥാപനങ്ങളിലും ഞാൻ അവിടെ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന പരമാവധി ചെയ്തിട്ടാണ് ഞാൻ അവിടുന്ന് പോന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, വളരെ സിമ്പിൾ ആയിട്ട് സംരംഭകരോട് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാവുന്ന 5 പാഠങ്ങൾ ഒന്ന് പറയാമോ? ആലോചിച്ച് പറഞ്ഞാലും മതി. അല്ല, ഞാൻ ആലോചിക്കണമെന്നില്ല. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ 26 വർഷം കൊണ്ടാണ് ഞാൻ 46 സ്ഥാപനം എനിക്ക് തുടങ്ങാൻ സാധിച്ചത്. പക്ഷെ ഇനി 26 വർഷം കൊണ്ട് ഒരു പക്ഷേ 1600 സ്ഥാപനം തുടങ്ങാൻ പറ്റും. അപ്പോൾ ഏർലി സ്റ്റേജിൽ നമുക്ക് സ്റ്റഡി ചെയ്യാനും നമ്മുടെ കുറെ അറിവുകളിലൊക്കെ ആയെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഒക്കെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ പറ്റും. ഇനി അടുത്ത ഒരു ജനറേഷൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ടീം മെമ്പേഴ്സ് ആരെങ്കിലുമൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഐഫ് ഒരു പാൻ ഇന്ത്യൻ ബ്രാൻഡ് ആക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഡേ 1 മുതലേ ഓർഗനൈസ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ നമുക്ക് തോന്നും ഈ GST വെട്ടിക്കാനോ അല്ലെങ്കിൽ ടാക്സ് വെട്ടിക്കാനോ ഒക്കെ ഉള്ള ടെൻഡൻസി നമുക്ക് തോന്നിയേക്കാം. പക്ഷെ നമ്മൾ ഫുൾ ഓർഗനൈസ്ഡ് ആണെങ്കിലാണ് എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. 3ാമത്തെ സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യും, ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു ഓഡിറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ. അപ്പൊ ആദ്യം ഒരു CFOനെ നിയമിക്കുക, അല്ലെങ്കിൽ ഒരു CFOനെ നമ്മൾ ഹയർ ചെയ്യുക. തൽക്കാലം പാർട്ട് ടൈം ആയിട്ട് ഹയർ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു സിയോട് പറഞ്ഞു കഴിഞ്ഞാൽ, CS-നോട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു CFOനെ കിട്ടും. അത് അക്കൗണ്ട്സ് ആദ്യമേ പ്രോപ്പർ ആയിരിക്കുക എന്നുള്ളതാണ്. തേർഡ്. 3ാമത്തെ കാര്യം, ശരിക്ക് പൈസ ഉണ്ടായി വരുന്ന സമയങ്ങളിൽ നമുക്ക് അത് വകമാറ്റി ചെലവഴിക്കാൻ തോന്നും. നമ്മുടെ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിലവിൽ വെക്കേണ്ട പൈസ എടുത്തിട്ട് വേറെ എന്ത് ബിസിനസ് പോയാലും അതും നന്നാവില്ല, ഇതും നന്നാവില്ല. നമ്മുടെ കോർ ബിസിനസ് എന്താണ്, നമ്മുടെ കോർ പർപ്പസ് എന്താണെന്ന് അറിയാതെ ഒരു കാരണവശാലും പോകരുത്. 4ാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സംരംഭകർ പഠിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്റേണൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ആരും ചിന്തിക്കാറില്ല. ഇന്റേണലിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യണം. നമ്മൾ എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എപ്പോഴും ചിന്തിക്കും. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മളെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ ഉണ്ടാവണം, സ്ഥാപനത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം, അവരവരെ കുറിച്ചിട്ട് മനസ്സിലാവണം. ആ ഇന്റേണൽ ബ്രാൻഡിങ്ങിനെ, ഇന്റേണൽ മാർക്കറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ സമയം ആളുകൾ ചെലവഴിക്കേണ്ടത്. ഇന്റേണൽ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സക്സസ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് നമ്മൾ ഒരാൾ പറയുന്നതല്ല, നമ്മൾ 500 ആൾ പറയുന്നത് ഒരു കാര്യമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് 2 രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് കസ്റ്റമറോട് ഒരു സ്ലേവറി മോഡ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സിനോട് വേറൊരു മോഡ്, ദേഷ്യപ്പെട്ടിട്ടുള്ളൊരു മോഡ്, നമ്മുടെ വെണ്ടറോട് വേറൊരു ടൈപ്പ് മോഡ്, ഇനി GST ഉദ്യോഗസ്ഥനോട് വേറൊരു മോഡ്, അവിടുത്തെ പോലീസുകാരനോട് വേറൊരു മോഡ്. ഇതൊന്നും വേണ്ട, ഒറ്റ മോഡ് മതി. എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. ഐഫയുടെ ടാഗ്ലൈൻ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് യു ഈസ് അവർ ഓൺലി പ്രയോറിറ്റി എന്നുള്ളതാണ്. യു ആർ അവർ ഓൺലി പ്രയോറിറ്റി എന്നാണ് ഡിക്ഷണറിയിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. പക്ഷെ നമ്മളത് തെറ്റിച്ച് എഴുതിയിട്ട് ഇസിന്റെ അടിയിൽ വരിട്ടേക്കാണ്. യു ഇസ് അവർ ഓൺലി പ്രയോറിറ്റി. അത് സിംഗുലർ ആവണം. ഓരോ വ്യക്തിയും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടി ഐഫ എന്നൊരു സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുമായിട്ടൊരു സാമ്പത്തിക ഇടപാട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് പോലും നമുക്ക് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അതുകൊണ്ട് ഐഫയ്ക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ബുദ്ധിയുള്ള ആളോ, അധികം ഇങ്ങനെ നെഗോസിയേഷൻ പവർ ഉള്ള ഒരാളോ, പേയ്മെന്റ് മേടിക്കാൻ ശക്തനായിട്ട് ഒരാളോ വേണ്ട. ആര് സപ്ലൈ ചെയ്താലും കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുക്കും. ഇതൊരു ദിവസം തിരിച്ചറിയും എന്നുള്ളത്
നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് അഞ്ചാമത്തെ കാര്യം എന്ത് കാര്യം ഒരു ഒക്കേഷണൽ സക്സസ് അല്ല, എന്ത് കാര്യം ചെയ്യുമ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുന്നത്. നമുക്ക് ഭയങ്കര കഴിവുണ്ടായിട്ട് ഒരു ദിവസം കൊണ്ട് വലിയൊരു ടേൺ ഓവർ ഉണ്ടാക്കിയൊന്നല്ല. ഓരോ സ്റ്റെപ്പും കൺസിസ്റ്റന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്യണം. റെഗുലർ ആയിട്ട് ചെയ്യുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ എപ്പോഴും നമ്മുടെ ടീം മെമ്പേഴ്സിനോട് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എനിക്ക് മുടിയില്ല, എന്നാൽ പറയിപ്പിക്കാനായിട്ട് കുറച്ച് മുടി ഇങ്ങനെ വരും ചെയ്യും. അപ്പോൾ ഞാൻ ഷേവ് ചെയ്യുമ്പോൾ കണ്ണാടി നോക്കില്ല, വെറുതെ ബ്ലേഡ് ഷേവ് ചെയ്യും. ദിവസം ചെയ്യുന്നോണ്ട് ഒറ്റ മുടി പോലും ഇറഗുലർ ആയിട്ട് വരാറില്ല ഞാൻ ഷേവ് ചെയ്യുമ്പോൾ. കാരണം വെച്ചാല് ഈ ദിവസം ഒരു ലേശം മുടി വിട്ടു പോയിട്ടുണ്ടെങ്കിലും അടുത്ത ദിവസം നമുക്കത് ഷേവിങ്ങിലൂടെ കളയാൻ പറ്റും. സ്റ്റാൻഡേർഡിനും ഈ സെയിം സിറ്റുവേഷൻ ആണെന്ന് എനിക്കറിയാം. ഈ എപ്പിസോഡിന്റെ താഴെ വരാൻ പോകുന്ന കമന്റുകൾ ഞാനിപ്പോ പറയാം. 2 മുട്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. സത്യത്തില് ഈ തള്ളുന്നു എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാല് നമ്മൾ പറയുന്നത് മനസ്സിലാവാതെയോ അല്ലെങ്കിൽ അവർക്ക് അത്തരത്തില് ഉൾക്കൊള്ളാൻ പറ്റാതെയോ അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ അവരോടല്ല അത് പറയുന്നത്. സത്യത്തിൽ നമ്മൾ പറയില്ലേ, നല്ല തള്ളു തള്ളുന്നൊരു പട്ടാളക്കാരൻ എന്ന് പറയാറില്ലേ നാട്ടില്. ആ പട്ടാളക്കാരൻ എവിടുന്നായിരിക്കും അയാൾ തള്ളുകാരനാന്ന് മനസ്സിലാക്കിണ്ടാവുക ഷാജന്റെ അഭിപ്രായത്തില്? നമുക്കതിനെ പട്ടാളത്തിൽ ചേരാത്തോണ്ടാണ് ഒന്നത്. രണ്ടാമത് അയാൾ എവിടെ ഇരുന്ന് പറയുമ്പോഴായിരിക്കും അത് തള്ളായി മാറുണ്ടാവുക. അയാളെ പട്ടാളക്കാരുടെ ഇടയിൽ പറയുമ്പോഴല്ല, ചായക്കടയിൽ ഇരുന്ന് പറയുമ്പോഴാണ്. ആ ചായക്കടക്കാരൻ ഒരിക്കലും സിയാച്ചിന്റെ തണുപ്പ് കണ്ടിട്ടില്ല, മഞ്ഞുമലകൾ കണ്ടിട്ടില്ല, AK-47 കണ്ടിട്ടില്ല, മിസൈൽ കണ്ടിട്ടില്ല. ഇതൊന്നും കാണാത്ത ആളുകളുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോയതേ തെറ്റാണ്. അപ്പോ അത് മനസ്സിലാക്കേണ്ട ആളുകൾ, അല്ലെങ്കിൽ പട്ടാളക്കാരനെ അത് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ പറയാനുള്ള കഴിവുണ്ടാവില്ല. അയാൾ പട്ടാളക്കാരൻ മാത്രമാണ്, അയാള് AK ലോഹിദാസ് അല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോ നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് തള്ളായിട്ടിരിക്കും. പിന്നെ 2 മുട്ടകൾ ബോഡി ഷേമിങ്ങിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ കാലത്തെ ആളുകൾ പഴയ പോലെ രൂപത്തെ കുറിച്ചിട്ടൊന്നും കൺസേൺ അല്ല. അത്തരം പറയുന്നതൊക്കെ മോശമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലം. പക്ഷെ അതിലെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം വെച്ചാൽ നിങ്ങൾ ഈ മുട്ട അസോസിയേഷൻ രൂപീകരിച്ച ഒരാളാണ്. അതെ, ഞാൻ വേണം. അപ്പൊ മുട്ട ഗ്ലോബൽ ഇത്തരത്തിലുള്ള ബോഡി ഷേമിങ്ങിനെതിരെ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഞാൻ അതിൽ മെമ്പറാണ്. ആഗോള മലയാളികളല്ലാത്ത ആളുകളുണ്ട്. 40 രാജ്യങ്ങളിലായിട്ട് 2000-ലധികം ആളുകൾ മെമ്പറായിട്ടുണ്ട് എന്നുള്ളത് അത്ര മോശക്കാരല്ല, ഒരിക്കലും അല്ല. മാത്രമല്ല പല പോലീസുകാരും പല ഉന്നത ഇതിലിരിക്കുന്ന ആളുകളൊക്കെ നടന്മാരൊക്കെ ഇതിൽ മെമ്പറാണ് എന്നുള്ളതും. അതോടൊപ്പം ഈ മൊട്ട ഗ്ലോബലിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് 1 രൂപ ചെലവില്ല. മൊട്ട ഗ്ലോബലിൽ നിങ്ങളോട് ലൈഫ് ടൈം 1 രൂപ മെമ്പർഷിപ്പ് ആവശ്യപ്പെടുകയില്ല. ഒരു പിരിവ് പോലും, ഒരു ഡൊണേഷൻ പോലും മൊട്ട ഗ്ലോബൽ ആരോടും ചോദിക്കില്ല. സീറോ ഡെപ്റ്റ്, സീറോ. സാധാരണ ഈ മുട്ട പോലെ തന്നെയാണ് ഞങ്ങളുടെ ബാങ്ക് ബാലൻസ്. യൂറോപ്പിലോ മറ്റോ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, തൊലിത്തലയന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. മലയാളത്തിൽ അങ്ങനെയാണ്. ഞാൻ ഏതൊരു യാത്ര ഇതിനെ കുറിച്ച് വായിച്ചതാണ്. അവർ പക്ഷെ ഭയങ്കര ഡേഞ്ചർ ആണെന്നാ പറയുന്നത്. തൊലിത്തലയന്മാരെ കണ്ടാൽ അവിടെ സൂക്ഷിക്കണം, കാരണം അവർ അക്രമകാരികളാണ് എന്നൊക്കെ പറയുന്ന. പക്ഷെ ഇവിടുത്തെ ഈ തൊലിത്തലയന്മാർ അല്ലെങ്കിൽ മൊട്ട ഗ്ലോബൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റു ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ ഈ ഒരു സംഘടന അല്ലാതെ? സത്യത്തില് വേറെ ആക്ടിവിറ്റി ഒന്നും ഇല്ല. ഇത്തരത്തിലുള്ള മുടി പോയ ആളുകള് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ആളുകളായിരുന്നു മുമ്പ്. അവരുടെ കോൺഫിഡൻസ്, അപ്പൊ അവരുടെ കോൺഫിഡൻസ്, മുട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മൊത്തം മുട്ട അടിക്കുക എന്ന് പറയുന്ന ഒരാളുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല അത്തരത്തിൽ അപകർഷബോധം വെച്ച് പുലർത്തേണ്ടതില്ല എന്നുള്ളതാണ് മൊട്ട ഗ്ലോബൽ മുന്നിലേക്ക് വെക്കുക. ഇപ്പോഴത്തെ ജെഫ് ബെസോസ് മുട്ടയടിച്ച ഒരാളാണ്. നമ്മുടെ റോബിൻ ശർമ്മ മുട്ടയടിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോ മുഴുവൻ മുട്ടയടിച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് വരുന്നുള്ളതാണ്. പണ്ട് എന്റെ അപ്പനും കഷണ്ടി ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു അക്കാലത്ത് കഷണ്ടിക്ക് ഒരു വിലയുണ്ടായിരുന്നു, കാരണം ഭരത് ഗോപി കത്തി നിൽക്കുന്ന സമയമാണ്. ഇപ്പൊ ജഫൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നിൽക്കാം. അത്തരത്തിലുള്ള ആളുകളൊക്കെ അങ്ങനെ ഉണ്ട്. പിന്നെ മുടി ഒരു വിഗ് വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ലില്ല, നടാനും വലിയ ബുദ്ധിമുട്ടില്ല. 2-3 ഏക്കർ വയല് കൃഷി ചെയ്യുന്ന കാശുണ്ടെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ തലയിൽ നടാം. ഒരു 25,000 മതി. അതല്ലേ? ഫൈസൽ 12 വയസ്സിൽ 7ാം ക്ലാസ്സിൽ പഠനം നിർത്തി. പിന്നീട് എപ്പോഴെങ്കിലും പഠനം കണ്ടിന്യൂ ചെയ്യാൻ തോന്നി? അതല്ല ലോകമാണ് എന്റെ യൂണിവേഴ്സിറ്റി അങ്ങനെ തീരുമാനം എടുത്തു പോയി? അങ്ങനെയില്ല, അങ്ങനെ ഒരു വിഡ്ഢിത്തരം ഞാൻ കാണിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല എനിക്ക് കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്തിരുന്നു. ആളുകളൊക്കെ സഹായിച്ചോണ്ടോ ബിസിനസ് നന്നായതോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിൽക്കാൻ പറ്റിയതൊക്കെ ആളുകൾ സഹായിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഒരു കഴിവ് മാത്രമൊന്നും അതിൽ നിൽക്കില്ല. എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഞാൻ 8ാം ക്ലാസ്സിൽ വീണ്ടും 2 വർഷം ജോലി ചെയ്തതിനു ശേഷം വന്നിട്ട് പഠിച്ചു. പാർട്ട് ടൈം ആയിട്ട് പത്രം ഇടാൻ പോയിട്ടും ചില ചെറിയ ചില്ലറ ജോലികളൊക്കെ ചെയ്തിട്ട് ഞാൻ ശനി ഞായറും പെയിന്റിങ്ങിനും ഇലക്ട്രിക്കൽ വർക്കിനൊക്കെ പോയിട്ടൊക്കെ ഞാൻ എൻ്റെ SLC പൂർത്തിയാക്കി. ഒരു 3 മാസത്തോളം ഒരു ITL ചെറിയൊരു കോഴ്സ് എടുത്തിരുന്നു, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എടുത്തിരുന്നു. പിന്നീട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഫീസ് അടയ്ക്കാൻ പറ്റാതെ.
പിന്നീട് ഞാൻ 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡിസ്റ്റൻസ് വഴി ഡിഗ്രി എഴുതായിരുന്നു. അപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് വഴി ഡിഗ്രി എഴുതാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. പക്ഷെ എന്നാലും എനിക്ക് അത്യാവശ്യം ആളുകളായിട്ട് സംവദിക്കാനും അത്യാവശ്യം ചെറിയ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ പോകാനും പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ട്രെയിനിങ്ങിനൊക്കെ, ഇതൊക്കെ എൻ്റെ പഠനത്തിന്റെ ഭാഗമാണ്. ഞാൻ അത്യാവശ്യം പുസ്തകങ്ങൾ വായിച്ചിരുന്നു. അല്ല, അതെനിക്ക് മനസ്സിലായി, നല്ലൊരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറി ഉണ്ട്. അപ്പോൾ എനിക്ക് ആവുന്ന രീതിയിൽ ഞാൻ അതിന് പോയിന്റുകൾ എടുത്തിരുന്നു. ഇപ്പോഴും ഓരോ ദിവസം ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ നോക്കുന്ന പല കാര്യങ്ങളും, നമ്മളൊരു ടിപ്പ് പോലെ പറയുകയാണെങ്കിൽ പറയാം, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആരെന്ത് ചെയ്താലും ഞാൻ അങ്ങോട്ട് നോക്കാറില്ല. അത് മുമ്പേ ഞാൻ ചെയ്യാറുണ്ട്. അത് ചെയ്തത് ഞാൻ ഒന്നും ചെയ്യാറില്ല. നമുക്ക് പഠിക്കാനുള്ളത് മുഴുവൻ വേറെ ഇൻഡസ്ട്രിയിൽ കൊണ്ടിരുന്ന സാധനങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിക്ക് കൊടുത്താൽ മതി. അന്നേരം കാണുന്ന പുതിയൊരു ഐഡിയ ആണല്ലോ, പൈസ ഓടുന്നു കൊടുന്നല്ലോ, അപ്പുറത്തും കിട്ടിയ സാധനങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് കൊടുക്കുന്നതാണ്. അത് അതൊക്കെ ലേണിംഗ് ആണ്. ഈ കോപ്പി അടിക്കാൻ തന്നെ ഒരു ലേണിംഗ് തന്നെയാണ്. ഇപ്പോൾ ഫൈസൽ ഈ ലെവലിൽ നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും ഫൈസൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു 12 വയസ്സുകാരൻ പയ്യൻ മുന്നിൽ നിങ്ങളെ പോലത്തെ ഒരാളെ കാണാം? ഞാൻ ഓരോ മണിക്കൂറിലും വേണമെങ്കിൽ കാണുന്നു എന്ന് പറയാം. എപ്പോഴും ഞാൻ ഓരോ 12 വയസ്സുകാരനെ കാണുന്നുണ്ട്. പല സിറ്റുവേഷനിലും ഞാൻ ജോലി ചെയ്ത അനുഭവങ്ങൾ, എനിക്ക് വന്ന പ്രതിസന്ധികളും, എനിക്ക് ഓരോ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയ സന്തോഷങ്ങളും ഞാൻ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടിടാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാൻ അനുഭവിക്കും. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു റെക്കഗ്നേഷൻ കിട്ടുന്ന സമയങ്ങളിൽ എനിക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. എന്നെ അടിച്ചമർത്തപ്പെട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായപ്പോൾ ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്ര സിറ്റുവേഷൻ നമ്മുടെ കൂടുതലുണ്ടോ, ആളുകളുണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും വാട്ട് യു റെക്കഗ്നൈസ് റിപ്പീറ്റ് ചെയ്യുന്നല്ലേ പറയുന്നത്. എന്താണ് റെക്കഗ്നൈസ് ചെയ്താൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ റെക്കഗ്നേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റിന് ഒരു അവാർഡ് കൊടുക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയത്. നിങ്ങൾ കണ്ടിന്യൂസ് ലേണിംഗിന്റെ ഭാഗമായിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ഒരേ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് വിജയ് ഭവ കൊച്ചൗസേബ് ചിറ്റലപ്പള്ളി എന്ന് പറഞ്ഞ അദ്ദേഹം ഈ ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം, അതിലാണ് നമ്മൾ പിന്നീട് വീണ്ടും ക്ലാസ് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പൊ അതിന്റെ ട്രഷറാണ് അല്ലെ? ഇപ്പൊ അതിന്റെ ട്രഷറാണ്. ഈ ഓൺട്രപ്രണേഴ്സിനെ ഇതുപോലെ സംഘടിപ്പിച്ച് അവരെ അപ്സ്കിൽ ചെയ്യുന്ന ലാസ്റ്റ് ബാച്ച് നടത്തിയത് എന്റെ ലീഡർഷിപ്പും ഞാനായിരുന്നു എടുത്തിരുന്നത്. വിജയ് ഭവ. അപ്പോൾ 30ഓളം സംരംഭകരായിരുന്നു പഠിച്ചു. സാറ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ മുമ്പ് ഇത് വിജയ് ഭവ നടത്തുമ്പോൾ സ്റ്റാൻഡേർഡിനൊക്കെ പങ്കെടുത്ത ആ പണ്ടത്തെ കാലത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് എലിജിബിലിറ്റി ഇല്ലാതെ പോയതാണ്. അപ്പൊ ഇപ്പോഴത്തെ ഇതില് ആളുകളെ തന്നെ എടുക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഓറിയന്റേഷൻ കൊടുക്കാനും അതിന് സ്വാഗതം പറയാൻ സാധിച്ചു. സാറിന്റെ കൂടെ ഇരിക്കാൻ സാധിച്ചതൊക്കെ ജീവിതത്തിലെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. പിന്നെ ഇപ്പൊ ഇതുപോലെ ഒരുപാട് സുഹൃത്തുക്കളായിരുന്നു കിട്ടി. നമ്മളൊരു 10-69 ആളുകൾ സജീവമായിട്ട് അതിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് തിരിച്ചു കൊടുക്കുന്നതിനൊക്കെ ഞാൻ കൊച്ചൗസേബ് ചിറ്റലപ്പള്ളി ആയിട്ടില്ല. എനിക്ക് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷെ ഒരു ഏറ്റവും നന്നായിട്ട് നമുക്കൊരു ബിസിനസ് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ, മീൻസ് നമ്മളെ സപ്ലൈ ചെയ്യുന്ന ആളുകളോട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോടൊക്കെ അവരുടെ കൺസൾട്ടൻറ്റ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഈ ബിസിനസ് നടത്തുന്ന സമയങ്ങളിൽ ഞാൻ 17 വർഷം ജോലി എടുത്ത പോലെ ജോലി എടുക്കണ്ട, 2-3 വർഷം 5 വർഷം ആത്മാർത്ഥമായിട്ട് ജോലി എടുക്കുന്ന ആളുകൾക്ക് സംരംഭകനാവാൻ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റിൽ എനിക്കാവുന്ന രീതിയിൽ ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്. ഈ എടുക്കുന്ന ഇനിഷ്യേറ്റീവുകൾ നാളെ ചർച്ച ചെയ്യപ്പെടുന്ന തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എ പ്ലെയർ ആവണം, ബി പ്ലെയർ ആയ പോരാ, സി പ്ലെയർ ആയ പോരാ. എ പ്ലെയർ ആണെങ്കിൽ നമുക്ക് അത്തരത്തിൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞ പോലെ നല്ല കഴിവുള്ള ഒരാളെന്നെ പിടിച്ചിട്ട് സംവിധായകനാക്കി കഴിഞ്ഞാൽ അവൻ്റെ ആദ്യത്തെ ഐഡിയ കിട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സാധ്യത തന്നെയാണ്. എനിക്ക് അത്തരത്തിൽ ഒരുപാട് ആളുകൾ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 17-18 വർഷമായിട്ട് ഞാൻ ബിസിനസ്സിൽ വന്ന മുതലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതും സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതും അവരുടെ ജീവിതവും ടു ക്രിയേറ്റ് അപ്ഡേറ്റഡ് ലൈഫ് സ്റ്റൈൽ എന്ന നമ്മുടെ പർപ്പസ് സാധ്യമാക്കാൻ കഴിയുന്നു. അതും ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഈ പറയുന്ന ആളുകളും കൂടി നിൽക്കുന്നതാണ് IFA. IFA തന്നെ ഫൈസൽ ചീരൻ എന്നുള്ളൊരു വ്യക്തിയൊന്നുമല്ല, ഇത്തരം ആളുകൾ എല്ലാവരും കൂടി ചേർന്നതാണ് IFA. IFA 3 അക്ഷരമല്ല, കുറെ ആളുകൾ കൂടി ചേർന്നാണ്. അല്ലെങ്കിൽ കുറെ ബിൽഡിങ്ങോ കുറച്ച് ഫർണിച്ചറുകളല്ല. 2030 ഒരു സംശയം വേണ്ട, നമ്മൾ 100-ലധികം സ്ഥാപനങ്ങൾ വരും. 100 സ്ഥാപനങ്ങളെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ 2035-ലേക്കൊക്കെ ഒരു ഓൾ ഇന്ത്യ സാന്നിധ്യം ആവണം. ഒരു പാൻ ഇന്ത്യ ഗ്രോത്ത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. IPO ഇനിഷ്യേറ്റീവ് ഒക്കെ 2030 മുമ്പായിട്ട് നമുക്ക് സാധ്യമാകാൻ പറ്റും. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പുകൾ വരുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ മോഡലുകൾ കോപ്പി ചെയ്യാൻ വന്നു എന്നുള്ളതും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അനുഭവം കൂടി പറയാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുമോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അത്തരത്തിലുള്ള ഡിപ്രഷൻ മോഡലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഞാനൊരു ലോൺ എടുക്കാൻ, എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ 20 മുതൽ 23 വർഷം ഞാൻ ബാങ്കുകളിലേക്ക് കയറിയായിരുന്നു. എൻ്റെ പെങ്ങളുടെ വിവാഹം
ഉറപ്പിക്കാനും കല്യാണം കഴിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ബാങ്കുകളിലേക്ക് ഒരു ബാങ്കിൽ നിന്ന് ഒരു ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് 2.5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പൊ ബുദ്ധിമുട്ടിയതിന്റെ കണക്കില്ല. ഒന്ന്. രണ്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയങ്ങളിൽ എനിക്കൊരു ഫർണിച്ചർ വാങ്ങണം എന്ന് ആഗ്രഹമായിട്ട് ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ അടവിന് ഫർണിച്ചറുകൾ തരുന്ന ആളുകൾ നാട്ടിലുണ്ടാവുമല്ലോ, ഷാജേട്ടോ ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ അടുത്തേക്കൊക്കെ പിന്നാലെ ഫർണിച്ചർ എടുക്കാൻ പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഒരു 3 ദിവസം മുമ്പ് ബജാജ് ഫിൻസർവ്, അവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ ലോണിൽ അവർക്ക് 10 കോടി ഡാറ്റ ഉണ്ട്. അതിന്റെ ഹെഡ് വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഫർണിച്ചർ സെഗ്മെന്റിൽ അവരൊരാളെ കാണണം എന്ന് വിചാരിച്ചിട്ട് 2 ദിവസത്തെ ടിക്കറ്റ് എടുത്തു. അപ്പൊ എന്റെ അപ്പോയിന്റ്മെന്റ് ബജാജിന്റെ ഹെഡാന്ന് EAക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു 1/2 മണിക്കൂർ സമയം തരുള്ളൂ, അതിൽ കൂടുതൽ സമയം തരാനില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് എറണാകുളത്ത് സ്റ്റാർബക്സ് വെച്ചൊരു മീറ്റിംഗ് നടത്തുമ്പോൾ അവര് പറഞ്ഞു ഒരു 1/2 മണിക്കൂർ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2-3 സ്റ്റോറിൽ പോയി ഫൈസലിനെ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഇതിന്റെ ഹെഡാന്ന് അറിയുന്നത്. അദ്ദേഹം കുറെ കൺസൾട്ടേഷൻ, കുറെ ഉപദേശം, ബിസിനസിനെ കുറിച്ചിട്ട് പുതിയ കാഴ്ചപ്പാടുകൾ, കുറെ കാര്യങ്ങൾ എന്നോട് 2-3 മണിക്കൂർ ആ സ്റ്റാർബക്സിൽ നിന്നിട്ട് സംസാരിക്കണ്ടായി. എന്നിട്ട് പറഞ്ഞു കേരളത്തില് 2 ഫർണിച്ചർ സ്റ്റോർ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാള് ഫൈസലായിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഐഫയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മളൊരു സമയത്ത് ലോൺ എടുക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ ബാങ്കുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതും ഈ നാഷണൽ ഹെഡ് നമ്മളോട് സംസാരിച്ചൊക്കെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത അച്ചീവ്മെന്റ് ആണ്. കേൾക്കുന്ന ആളുകൾക്ക് എത്രത്തോളം അത് റിസൾട്ട് ഉണ്ടാവും അറിയില്ല. പക്ഷെ നമ്മൾ വന്ന വഴികളിൽ ഇത്രയും വലിയൊരു കമ്പനി അപ്രോച്ച് ചെയ്തു എന്നുള്ളതും അവരുടെ കൺസൾട്ടേഷൻ ഡയറക്റ്റ് നാഷണൽ ഹെഡ് നമ്മളെ തന്നെ മെന്റർ ചെയ്യാന്നുള്ളതും നമ്മുടെ സ്ഥാപനങ്ങൾ നോക്കാന്നും പറയുന്നത് നമ്മുടെ ഒരു അടുത്ത ഗ്രോത്തിനുള്ള ഒരു സാധ്യതയാണ്. ഇതൊക്കെ സാധ്യതയാണ്. ബിസിനസ് ഒക്കെ അൺസർട്ടനിറ്റി ആണ്. ഈ പറഞ്ഞ പോലെ നാളെ എന്തെങ്കിലുമൊക്കെ പറ്റിയാലോ ഒന്നും പറയാൻ പറ്റൂല. പക്ഷെ നമ്മള് എന്തായാലും ഇതിനുള്ളിൽ ആ പ്രയാണം നമ്മൾ തുടരുകയാണ്. ഓരോ ദിവസങ്ങളിലും നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ നിങ്ങളും ബിസിനസ്സുകാരാണെങ്കിൽ ഉണ്ടാവും, സംശയമൊന്നുമില്ല. ആ ബുദ്ധിമുട്ടുകളെ തീർക്കാനാണ് നിങ്ങളുടെ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിൽ പണി. അപ്പോ ഫൈസൽ ചീരാനെ കുറിച്ചിട്ടുള്ള കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഫൈസലിലൂടെ അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയില്. ഫൈസലിന്റെ പേജ് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് ഫോളോ ചെയ്യുക. ഫൈസൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടിപ്പുകൾ പറയുന്നുണ്ട്. നിങ്ങൾ IFA ഇതുവരെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സന്ദർശിക്കുക. നിങ്ങളവിടുത്തെ പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്ടങ്ങളാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ഈ വീട്ടിലേക്ക് ഇപ്പൊ ഇവിടെ ഒരു റൂമില് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഫർണിച്ചറുകളുടെ എണ്ണം കൂടിയാലാണ്. ഒരു നമ്പറിന്റെ പകരം 2 നമ്പർ ആയാൽ തന്നെ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഫർണിച്ചർ വാങ്ങരുത്. അതെ. അപ്പൊ നിങ്ങൾ IFA സന്ദർശിക്കുക. നിങ്ങൾക്ക് അവിടുത്തെ ആ ഒരു എംപ്ലോയീസിന്റെ ബിഹേവിയറും അവിടുത്തെ ക്വാളിറ്റി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. പോഡ് വിത്ത് സ്റ്റാജൻ എന്ന ഈ പോഡ്കാസ്റ്റിൽ എൻ്റെ കൂടെ ഇരുന്ന ഫൈസലിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഇത്ര നേരം ഇത് കണ്ടിരുന്ന പ്രേക്ഷകർക്കും വളരെ നന്ദി. അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു യുവ സംരംഭകനായിട്ട് നമ്മൾ വരുന്നതാണ്. ഈ ഒരു എപ്പിസോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ 30ഓളം യുവ സംരംഭകരെ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിലാണ് ഫൈസൽ വരുന്നത്. ഞാനും നന്ദി പറയാണ്. കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അതോടൊപ്പം സ്റ്റാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് നമ്മൾ കാണാറുള്ളതാണ്. വളരെ ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ടാവാറ്. അതുപോലെ തന്നെ കൊച്ചൗസ ചിറ്റിലപ്പള്ളിയെ ഇന്റർവ്യൂ ചെയ്ത ആള് തന്നെ നമ്മളെ ഇന്റർവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സൗഹൃദം കൊണ്ട് വന്നതാണ്. എന്തായാലും ആ സന്തോഷം കൂടി ഞാൻ അറിയിക്കുന്നു. ഇത്ര നേരം ഈ ഒരു വേദിയിൽ വരാൻ പറ്റിയതിന് വളരെ സന്തോഷം.